ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗം പുതുഞായറാഴ്ചയ്ക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വാക്യം വരെയുള്ള ഏവൻഗേലിയോൻ വേദഭാഗമാണ് ഇന്നത്തെ വായനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഏവൻഗേലിയോൻ വേദഭാഗത്തെ നാം പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ ചിന്ത, ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇവയ്ക്ക് ശേഷം യേശു വീണ്ടും തിബരിയാസ് കടൽക്കര വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. അത് പ്രകാരമായിരുന്നു: ദ റെവലേഷൻ ഓഫ് ദി സീ ഓഫ് ടൈം. തിബരിയാസ് കടൽ തീരത്തെ വെളിപ്പാട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിനിടയിലാണ്. മത്സ്യബന്ധനത്തിന്റെ തിരക്കിലും പരാജയത്തിനിടയിലും തിബരിയാസ് കടൽക്കട അവരുടെ ജോലി സ്ഥലവും ആശ്രയമായിരുന്നു. അവിടെ വെച്ചാണ് കർത്താവ് അവരെ കണ്ടുമുട്ടുന്നത്. ഈ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് പ്രകാരമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റായ ചിന്താഗതിയാണ് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പാടുകൾ നൽകുന്നു, പ്രത്യക്ഷപ്പെടുന്നതെല്ലാം വിശുദ്ധ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളില് അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളില് അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയുള്ള പല പള്ളികളില് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടയില്. ഇതൊക്കെയാണ് ഇന്നത്തെ മിഥ്യാധാരണകൾ. എന്നാൽ യേശുക്രിസ്തുവിടെ പ്രത്യക്ഷനാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ജോലി സ്ഥലത്താണ്. ഈ വചനം ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെന്ന് കാണിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ ഒരു സ്ഥലത്തോട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിനെ മറികടക്കുകയാണ്. മനുഷ്യന്മാർ അവരുടെ ജോലിയിലായിരുന്നപ്പോൾ ദൈവം അവരെ കണ്ടുമുട്ടുകയാണ്. ആയതുകൊണ്ട് ഈ ഒന്നാമത്തെ ചിന്ത നമ്മളോട് ഓർപ്പിക്കുകയാണ്: നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം ദൈവത്തെ കണ്ടെത്താൻ നാം പഠിക്കണം. ആത്മീയ ജീവിതം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് വേർപെട്ടതല്ല. ഓരോ നിമിഷവും ദൈവസാന്നിധ്യമായി കാണണം. ശിഷ്യന്മാർക്ക് കടൽക്കര പഴയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അതിനെ പുതുതാക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും സാന്നിധ്യമുള്ളവനാണെന്ന് നാം തിരിച്ചറിയണം. ആത്മീയത ഒരു പ്രത്യേക സമയത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനായിട്ടോ ഉള്ളതല്ല, മറിച്ച് ജീവിതം ഒട്ടാകെ ഉള്ളതാണ്. ദൈവം എല്ലായിടത്തും നമ്മെ അനുഗമിക്കുകയാണ്. ആയതിനാൽ നാം അവനെ എല്ലായിടത്തും കാണാൻ ശ്രമിക്കണം. രണ്ടാമത്തെ ചിന്ത, ശിഷ്യന്മാർ യേശുവിനെ മറന്നിട്ടോ അല്ലെങ്കിൽ യേശുവിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ വീണ്ടും മീൻ പിടിക്കാനായിട്ട് കടന്നു വരുമ്പോൾ കർത്താവ് പ്രത്യക്ഷനാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ ദൈവം നമ്മെ മറന്നേക്കാം, എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും മറക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ ചിന്ത. പരാജയപ്പെട്ട രാത്രികൾക്ക് ശേഷം കർത്താവ് തീരത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. അവനിലേക്കുള്ള തിരിഞ്ഞോട്ടമാണ് വിജയത്തിന്റെ ആദ്യപടി. ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായ തിരമാലകൾക്കിടയിൽ ഉയരുന്ന മനുഷ്യന് പ്രത്യാശയുടെ തീരമാണ് യേശുക്രിസ്തു. തളർന്നുപോയ ആ ശിഷ്യന്മാർക്ക് ഉന്മേഷം പകരാനായിട്ട് കർത്താവ് അവിടെ കടന്നു വരികയാണ്. ഗലീല കടൽ അല്ലെങ്കിൽ തിബരിയാസ് കടൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ്. അവിടെ വെച്ചാണ് അവർ ആദ്യമായി വിളിക്കപ്പെട്ടതും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത് കണ്ടതും. പരിചിതമായ അതേ സ്ഥലത്ത് യേശു വീണ്ടും വന്ന് അവരുടെ ഓർമ്മകളെ പുതുക്കുകയാണ്. ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നമ്മുടെ പരിചിതമായ ഇടങ്ങളിലേക്ക് കടന്നു വന്നിട്ടാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതയാത്രയുടെ അന്ത്യത്തിൽ കർത്താവ് നമ്മെ കാത്തു നിൽക്കുന്നു. കടൽ എന്നത് ലോകത്തിന്റെ പ്രതീകവും തീരം സ്വർഗീയ സമാധാനത്തിന്റെ പ്രതീകവുമാണ്. മെശിഹായുടെ ഈ പ്രത്യക്ഷീകരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. മൂന്നാമത്തെ ചിന്ത, ദി സീ ആസ് ദ സിംബൽ ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ പ്രതീകമായ കടൽ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തു തിബരിയാസ് കടൽക്കര വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മുടെ പ്രാചീനമായ ക്രിസ്തീയ ചിന്ത കടൽ ലോകത്തെയും അതിന്റെ അരാജകത്വത്തെയും പ്രതിനിധീകരിക്കുകയാണ്. യേശു കടൽ തീരത്ത് നിൽക്കുന്നത് ലോകത്തിന്റെ അതിർത്തി നിൽക്കുകയാണ്. പ്രക്ഷുബ്ധമായ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ആടി ഉലയുന്ന കടലിന്റെ അകത്ത് ജോലി ചെയ്യുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ തീരത്ത് നിൽക്കുന്ന കർത്താവിനെ കാണുവാൻ സാധിക്കും. ഇന്നത്തെ ലോകം ആടി ഉലയുന്ന ഒരു കടൽ തീരത്ത് കടലിലൂടെ സഞ്ചരിക്കുന്ന ജീവിതത്തിന് തുല്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇവിടെ തീരത്ത് ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് നാൻസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത്, കടൽ ലോകമാണ്, യേശു അതിന്റെ കരയിൽ നിൽക്കുകയാണ്. കടൽ എന്നത് പ്രണയം, മരണം, ബാബിലോൺ എന്നിവയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ യേശു കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അത് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്ഥലമായി മാറും. ലോകം നിങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യേശു അതിന്റെ തീരത്ത് നിൽക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ ഒരു കടൽ തീരത്താണ് നീ നിൽക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു അതിന്റെ കടൽ തീരത്ത് നിൽക്കുന്നുണ്ട്. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്. മൂന്നാമത്തെ ചിന്ത, ഉയർത്തെഴുന്നേറ്റ കർത്താവ്
ദൈനംദിന ജോലികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കൈസരിയയിലെ വിശുദ്ധ നാലാമത്തെ ചിന്തയാണത്. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, നിന്റെ അപ്പം ചുടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിനായി ചെയ്യുമെന്ന് വചനം നമ്മളോട് പറയുകയാണ്. നമ്മുടെ ജോലി ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നതല്ല. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസാന്നിധ്യം കണ്ടെത്തുവാനായിട്ടും ഇടവരുത്തണം. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ പഠന സ്ഥലത്ത്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ വയലിൽ, നമ്മൾ എവിടെയാണോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും അവിടെ നമ്മുടെ അധ്വാനങ്ങളിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈനംദിന ജോലി സ്വർഗീയ കാഴ്ചയായിട്ട് മാറും. അഞ്ചാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു ഇവിടെ വീണ്ടും തന്നെത്താൻ വെളിപ്പെടുത്തി. വീണ്ടും എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഇത് ആദ്യത്തെ വെളിപ്പാടല്ല, വീണ്ടും അവരെ കാണാനായിട്ട് കടന്നു വരികയാണ്. ദൈവസാന്നിധ്യം ഒരു പ്രാവശ്യത്തെ അനുഭവമല്ല. നമ്മുടെ വിശ്വാസയാത്രയിൽ കർത്താവ് പല വട്ടം വെളിപ്പെടുന്നു, എപ്പോഴും വെളിപ്പെടുന്നു. വിശുദ്ധനായ യാക്കോബ് പറയുകയാണ്, യേശു ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും വരും. തിരുവചനം പറയുകയാണ്, ഇത് ഞാൻ എല്ലാ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, മുട്ടുവിൻ തുറക്കപ്പെടും. രാവിലെ തോറും അവന്റെ കൃപ പുതുതാക്കുകയാണ്. അനേക തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് വീണ്ടും എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കർത്താവ് എപ്പോഴും ഒരേ സമയത്തല്ല, എപ്പോഴും ഒരേ സമയത്തല്ല, എപ്പോഴും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ മാത്രമല്ല. ഒരിക്കലും നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടവരണം. യേശു എത്ര തവണ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഓരോ പ്രാവശ്യവും അവൻ പുതുതായി വരുന്നു. നമ്മുടെ പ്രക്ഷുബ്ധമായ കടലിൽ നിൽക്കുമ്പോൾ യേശു എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷനാകുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഇന്നലകളിൽ അവനുണ്ടായിരുന്നു, ഇന്നും അവനുണ്ട്, നാളെ ഉണ്ടായിരിക്കും. വീണ്ടും എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു താളമാണ്. ആറാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, യേശുക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അടച്ചിട്ട മുറികളിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളത് കണ്ടു. എന്നാൽ ഈ പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് അടച്ചിട്ട മുറികളിലായിരുന്നില്ല, മറിച്ച് തുറന്ന സ്ഥലത്തായിരുന്നു. അതായത് അവർ ഭാരത്തോടെയും പ്രയാസത്തോടെയും ദുഃഖത്തോടെയും ഒക്കെ നിരുന്ന സമയത്തും കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നും മാറിയിട്ടില്ല. യഹൂദന്മാരെ പേടിച്ചാണ് ഇപ്പോഴും അവർ നടക്കുന്നത്. തങ്ങളെയും തൂക്കിലേറ്റുമെന്നുള്ള ഭാരത്തോടുകൂടി അല്ലെങ്കിൽ പ്രയാസത്തോടുകൂടിയൊക്കെ നടക്കുമ്പോഴും കർത്താവ് അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നമ്മൾ ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ പലരും തകർത്തുകളയും. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് യേശുക്രിസ്തു ആ തുറന്ന പ്രദേശത്ത്, ആ കടൽ തീരത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. ഇരുളടഞ്ഞ കടലിൽ പ്രഭാതമായപ്പോൾ ക്രിസ്തു വെളിച്ചമായി അരികിലെത്തുകയാണ്. ഞാൻ ലോകാവസാനത്തോളം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള സത്യം നമ്മളിവിടെ വെളിപ്പെടുകയാണ്. അതെ, ആറാമത്തെ ചിന്ത പറയുകയാണ്, നമ്മുടെ ഇരുളടഞ്ഞ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ മാത്രമല്ല, കർത്താവ് നമ്മളുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ, നമ്മളുടെ പ്രയാസ കാലഘട്ടങ്ങളിൽ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആ തുറന്നായ സ്ഥലങ്ങളിലേക്ക്, ആ പൊതുജനങ്ങളുടെ ഇടയിൽ കർത്താവ് നമുക്ക് വേണ്ടി മേശയൊരുക്കുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ആയതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ഏഴാമത്തെ ചിന്ത, വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷനാവുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന, വേദനിക്കുന്ന, പ്രയാസത്തിന്റെ ഭയത്തിന്റെ ഒക്കെ നടുവിലൂടെ പോകുന്നവർക്ക് വേണ്ടി വീണ്ടും കടൽക്കരയിൽ പ്രത്യക്ഷനാവുകയാണ്. ദൈവം നമുക്കായി കാത്തിരിക്കുന്നവനാണ്. കർത്താവ് എന്ന ഒരു വലിയൊരു സന്ദേശത്തിലുണ്ട്. അതെ, ഏഴാമത്തെ ചിന്ത നമ്മളോട് പറയുകയാണ്, നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ കർത്താവെ എന്നൊന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് അഗ്നിമയനായ ഇഗ്നാത്യോസ് പറയുന്നത്, നമ്മുടെ ആത്മാവിന്റെ തീരത്ത് കർത്താവ് എപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്.
നാം നമ്മുടെ ഹൃദയത്തിന്റെ വഞ്ചി അവനിലേക്ക് തിരിക്കുക മാത്രമേ വേണ്ടുള്ളൂ. പ്രിയമുള്ളവരെ, തീരത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവനെ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവനെ തിരിച്ചറിയണം, അവനോട് ചേർന്ന് നിൽക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നാം പരാജയപ്പെടുമ്പോൾ ദൈവം നമ്മെ കുറ്റപ്പെടുത്തുകയില്ല, മറിച്ച് താങ്ങാനായി കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓരോ അധ്വാനവും കർത്താവ് നിരീക്ഷിക്കുന്നുണ്ട്. അവനുള്ള വിശ്വാസം ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല. ശിഷ്യന്മാർ കർത്താവിനെ വിട്ടുപോയെങ്കിൽ കർത്താവ് അവരെ വിട്ടുപോയില്ല എന്നതാണ് ഈ വാക്യത്തിന്റെ പൊരുൾ. ഒരു പിതാവ് മക്കളെ കാത്തിരിക്കുന്ന പോലെ യേശു അവർക്കായി കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകാറുണ്ടെങ്കിലും അവൻ തൻ്റെ കരുണയോടെ ഓരോ നിമിഷവും അവൻ കാത്തു നിൽക്കുകയാണ്, കാത്തു പരിപാലിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹം നിനക്ക് വേണ്ടി പ്രിയപ്പെട്ട ദൈവവേദനയെ കാത്തിരിക്കുന്നുണ്ട് തീരത്ത്. ക്രിസ്തുവിൻ്റെ കാത്തിരിപ്പ് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുകയാണ്. ലോകം നമ്മൾ തള്ളിക്കളഞ്ഞാലും കടൽ തീരത്ത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കടലിന്റെ മധ്യത്തിൽ ദിശ തെറ്റിയാലും കാറ്റും കോളും ഉണ്ടായാലും ആടി ഉലഞ്ഞാലും തീരത്ത് പ്രകാശമായി അവനുണ്ടാകും. ആ പ്രകാശത്തിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ ജീവിത നൗകയെ നയിക്കാം. 9ാമത്തെ ചിന്ത, ഇവിടെ ശിഷ്യന്മാര് ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലക്കാരനായ നഥാനിയേലും സെബേദി പുത്രന്മാരും മറ്റു 2 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഈ വാക്യത്തിൽ 7 ശിഷ്യന്മാരെ അവിടെ പരാമർശിക്കുന്നുണ്ട്. പ്രാചീന ചിന്തയിൽ 7 എന്ന സംഖ്യ സമ്പൂർണതയെ കുറിക്കുകയാണ്. അവർ വിശ്വാസ സമൂഹത്തിന്റെ ചെറിയ രൂപമാണ്. വിശ്വാസത്തിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും യേശുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ അപ്രയം ഇതിനെക്കുറിച്ച് പറയുകയാണ്. 7 ശിഷ്യന്മാർ 7 ദിവസത്തെയും 7 കൃപകളെയും കുറിക്കുകയാണ്. വിശ്വാസികളുടെ ഒരുമിച്ചുള്ള നിലനിൽപ്പിനെ ഈ വാക്യം എടുത്തു കാട്ടുന്നത്. പീഡനങ്ങളും പ്രയാസങ്ങളും യഹൂദന്മാരെയുള്ള ഭയമൊക്കെ ഉണ്ടായപ്പോഴും അവർ ചിതറിപ്പോകാതെ ഒരുമിച്ച് നിന്നു. സഭ എന്ന് പറയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയല്ല, മറിച്ച് ക്രിസ്തുവിൽ ഒന്നായവരുടെ ഐക്യമാണ്. നാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവിക വെളിപ്പാടുകൾക്കായി നാം കൂടുതൽ യോഗ്യരാകുക. ഈ കൂട്ടായ്മയാണ് സഭയുടെ അടിസ്ഥാന ശില. അന്ത്യോക്യയിലെ അഗ്നിമയനായ ഇഗ്നാത്യോസ് പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ സാത്താന്റെ ശക്തികൾ നശിക്കുന്നു. ഐക്യമത്യത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ലോകത്തിന്റെ തിന്മകളെ ഇല്ലാതാക്കും. തിരുവചനം പറയുകയാണ്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ ബന്ധത്തിൽ ഞാനുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര നന്മയും എത്ര സൗന്ദര്യവുമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, കെട്ടുറപ്പുള്ള വീട് കാറ്റിൽ തകരുകയില്ല, ഉപ്പഴിച്ചാട് അറ്റുപോകുകയില്ല. അനേക വചനങ്ങളുടെ കർത്താവ് നമ്മോട് പറയുകയാണ്. ഒരു നൂലിൽ പൊട്ടിയേക്കാം, പക്ഷെ അനേക നൂലുകൾ ചേർന്ന് നിൽക്കുമ്പോൾ അത് പൊട്ടിപ്പോകുകയില്ല. ഒരുമയുണ്ടെങ്കിൽ ഉടക്കമേൽ കിടക്കാന്നൊക്കെ നമ്മുടെ പഴഞ്ചൊല്ലുകൾ പറയാറ്. ഒറ്റപ്പെട്ട ആത്മീയതയേക്കാൾ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനുമാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ കുർബാനകളിലും പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടവനെ എന്നതിന് പകരം എനിക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടവനെ എന്നോട് കരുണ ചെയ്യണമേ എന്നൊരിടത്തും പറയുന്നില്ല. ഞങ്ങളുടെ കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ എന്നല്ല. രഹസ്യ പ്രാർത്ഥന ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾ എന്ന വാക്കാണ്. പ്രത്യേകിച്ച് സൃഷ്ടി മുഴുവനും കൂടെ വേണ്ടിയാണ് ഓരോ പുരോഹിതനും ബലിയർപ്പിക്കപ്പെടുന്നത്. ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരുമ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം, കൂട്ടായ്മ ബന്ധത്തിലായിരിക്കാം. 10ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇവിടെ വചനം പറയുകയാണ്, ശമോൻ കീപ്പോയും ശിമോൻ പത്രോസും ആദ്യമായിട്ട്, അതിനുശേഷം തോമസും ദിദിമോസും തോമസും ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞതായിരുന്നു. പത്രോസ് അനുദപിച്ച ഒരു നേതാവായിട്ട് പിന്നീട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സെബേദി പുത്രനെ യോഹന്നാന്റെ പേര് പോലും പറയാതെ പത്രോസിന്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു. കർത്താവിനെ വിളിച്ചു വേർതിരിച്ചതായിരുന്നു. അവന്റെ അവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടും അവനെ നേതാവായി തുടരാനായിട്ട് അനുവദിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരാജയം ഒരു മനുഷ്യനെ അയോഗ്യനാക്കുന്നില്ല. സ്വർണ്ണനാവുകാരനെ ഇവാനിയോസ് പറയുകയാണ്, പത്രോസിന്റെ കണ്ണുനീർ അവന്റെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചു. ആയതുകൊണ്ട് വീണാൽ കരയുന്നവനെ ദൈവം എടുക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അനുതാപത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. യേശു നിന്റെ ഭൂതകാലത്തേക്കാൾ നിന്റെ ഹൃദയത്തെ നോക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു നേതാവാണ് പത്രോസ്. എന്നാൽ യേശു അവനെ കൈവിടുന്നില്ല. അവന്റെ തള്ളൽ യേശു ഓർക്കുന്നില്ല. അവനെ ആദ്യം വിളിക്കുകയാണ്. അതാണ് കൃപ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദര, നീ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ വ്യക്തി. പത്രോസ് നോക്കുക, അവൻ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞിട്ടും 3000 പേരെ മാനസാന്തരപ്പെടുത്തി.
നമ്മുടെ പരാജയ അവസാനമല്ല. അനുതാപത്തോടെ യേശുവിലേക്ക് മടങ്ങി വരിക. അവൻ നിന്നെ മുൻനിരയിൽ നിർത്തും, നിന്നെ ഉയർത്തും നിന്റെ പ്രതിസന്ധികളിൽ നിന്ന്. 11ാമത്തെ ചിന്ത നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഇവിടെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസും കൂടെ ഉണ്ടായ. ഇവിടെ കർത്താവിനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം തോമസ് ലീഹ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ സംശയിക്കുന്നുണ്ട്. എന്നിട്ടും അവനെ തള്ളിക്കളയുന്നില്ല മറ്റ് ശിഷ്യന്മാർ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ തോമസ് ലീഹായെ ആദ്യം കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത തോമസ് ലീഹയെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവർ വീണ്ടും ചേർന്ന് നിൽക്കുകയാണ്. നിന്റെ കൂടെയുള്ള വ്യക്തി, നമ്മുടെ കൂട്ടായ്മയിലൊരു വ്യക്തി, നമ്മുടെ പള്ളിയിൽ വരുന്നൊരു വ്യക്തി, നമ്മുടെ ജോലി സ്ഥലത്തുള്ളൊരു വ്യക്തി, ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വേറിട്ട അഭിപ്രായമുള്ളവനായിരിക്കാം. പക്ഷേ അവരെ ആരെയും നമ്മൾ തള്ളിക്കളയരുത്. അവരെയൊക്കെ അണച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ തോമസ് ലീഹയെ അവർ തള്ളിക്കളയുന്നില്ല, മറിച്ച് അവർ ചേർത്ത് പിടിക്കുക. ഒരു പക്ഷേ ശിഷ്യന്മാർ അവനെ മാറ്റി നിർത്തിയിട്ടും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ചിലർ മാറ്റി നിർത്തിയേക്കും. പക്ഷെ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന അവർ തോമസ് ലീഹ എതിരഭിപ്രായം പറഞ്ഞിട്ടും അദ്ദേഹത്തെ അണച്ചു പിടിച്ച കൂടെ ചേർത്ത് നിർത്തുകയാണ്. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ ചിന്ത എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ സംശയം മാറുകയും ലോകമെങ്ങും പ്രസംഗിക്കുന്ന ഒരു വിശ്വാസിയായി മാറുകയും ചെയ്തു. നമ്മുടെ സംശയങ്ങളെ ക്രിസ്തുവിലേക്കുള്ള പടവുകളാക്കി മാറ്റുകയും നമുക്കെതിരെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് എതിരഭിപ്രായമുള്ളവനെ അണച്ചു പിടിക്കുവാൻ കഴിയുന്നതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. 12ാമത്തെ ചിന്ത ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. 12ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശമോൻ ഗീപ്പോയും തോമസ് ലീഹയും സെബേദി പുത്രന്മാരും ശിഷ്യന്മാർ മറ്റു 2 പേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഒരു പേര് വളരെ പ്രധാനപ്പെട്ടാണ്. ഗലീലയിലെ കൊത്തിനേക്കാരനായ നഥാനിയേലും എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഗലീലയിലെ കൊത്തിനേക്കാരനായ നഥാനിയേൽ എന്ന് പറയുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഥാനിയേലിനെ അദ്ദേഹത്തിന്റെ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ വിളിക്കാനുള്ള കാരണം. വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തു ആദ്യത്തെ അത്ഭുതം ചെയ്ത് അവിടെ വെച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യ ദൈവിക അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാനാവിലെ സ്ഥലത്ത് യേശു തന്റെ മഹത്വം പ്രകടിപ്പിച്ച അനുഭവം ആ വിശ്വാസിയുടെ മനസ്സിൽ ശക്തമായ സ്മരണയായി നിലകൊള്ളുകയാണ്. നഥാനിയേലിന്റെ പേരിനോടൊപ്പം കാന പറയുന്നത് അവന്റെ ആത്മീയ വേരുകളെ സൂചിപ്പിക്കുക. ദൈവാനുഭവങ്ങളുടെ സ്മരണകൾ വിശ്വാസിയെ വീണ്ടും ദൈവത്തിലേക്ക് നയിക്കുകയാണ്. ഈ സ്മരണ ആത്മാവിന്റെ ഉണർവിനും വിശ്വാസത്തിന്റെ ഉറപ്പിനും കാരണമാകും. അതുകൊണ്ടാണ് നാൻസിയാൻസിലെ ഗ്രിഗോറിയോസ് പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുന്നത് ആത്മാവിനെ ഉയർത്തുന്നു. ഈ നഥാനിയേലിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ നഥാനിയേൽ കൊത്തിനേക്കാരനായിരുന്നു. ആ പേര് അവിടെ യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം നടന്നതും കൊത്തിനയിലായിരുന്നു. നഥാനിയേലിന്റെ ആത്മീയ ദൈവിക അനുഭവങ്ങൾ സംഭവിച്ചത്, ദൈവികമായ കർത്താവിനോട് അടുത്തു വന്നത് നഥാനിയേൽ ജനിച്ചു വളർന്ന സ്ഥലം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാനാവ് എന്ന് പറയുന്ന ആ സ്ഥലത്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവിക അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് നമ്മളെ ആത്മീയമായി വളർത്തുന്നതായിരിക്കും. സ്മരണകളോട് ദൈവത്തിൻ്റെ സാന്നിധ്യം വീണ്ടും അനുഭവിക്കാൻ സാധിക്കണം. ഈ വാക്യം നമ്മെ ആത്മീയ സ്മരണകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുകയാണ്. നഥാനിയേലിന്റെ കാന അനുഭവം വിശ്വാസത്തിൻ്റെ ഉറവിടമാണ്. സ്മരണകളിലൂടെ ദൈവത്തെ വീണ്ടും കണ്ടെത്താൻ കഴിയണം. ആ വിശ്വാസത്തെ ശക്തമാകുക. ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. 13ാമത്തെ ചിന്ത പറയുകയാണ്, ശമോൻ ഗീപ്പ അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങളും നിന്നോട് കൂടെ വരികയാണെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകിൽ കയറി. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പഴയതിലേക്കുള്ള മടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ടും പത്രോസ് പഴയ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുകയാണ്. ശിഷ്യന്മാരും അവർക്ക് അനിശ്ചിതത്വം ഭയമുണ്ടായിരിക്കാം. പലപ്പോഴും ദൈവിക അനുഭവങ്ങൾക്ക് ശേഷവും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഇത് നമ്മുടെ ബലഹീനതയെ വെളിപ്പെടുന്നു. I am going fishing, returning to the old. സ്വർണ്ണനാവുകാരൻ യോഹന്നാനോസ് പറയാണ്, പത്രോസ് ഇതുവരെയും തന്റെ പഴയ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല. തിരുവചനം പറയുകയാണ്, ആരും ആ പഴയ വസ്ത്രത്തിൽ പുതിയ തുണി ചേർക്കുന്നില്ല. പ്രിയമുള്ളവരെ, പഴയ ദുശ്ശീലങ്ങളിലേക്ക്, പഴയ പാപത്തിന്റെ അവസ്ഥകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള പ്രലോഭനം ശക്തമാണ്. എന്നാൽ യേശു നമ്മെ പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുക. പഴയത് സുരക്ഷിതമാണെന്ന് തോന്നിയേക്കാം,
പക്ഷേ അവിടെ യേശു ഉണ്ടായിരിക്കുകയില്ല. നമ്മളെപ്പോഴെങ്കിലും പഴയ പാപങ്ങളെ ഓർക്കാറുണ്ട്, പഴയ ജീവിതത്തിലേക്ക് പോകാറുണ്ട്, പഴയ പാപ സാഹചര്യം നമ്മളെ മാറി വിളിക്കുന്നു. ആയിരിക്കരുത്. പുതുക്കം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കലപ്പയ്ക്ക് കയറിയ ശേഷം പുറകോട്ട് നോക്കുന്ന ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന് പറയുകയാണ്. ശിഷ്യന്മാർ വഞ്ചി കയറിയ തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാണ്, എന്നാൽ ദൈവികതമല്ലാതെയുള്ള അവരുടെ പ്രവൃത്തി ഫലം കണ്ടില്ല. നമ്മുടെ ബുദ്ധിയും കഴിവ് ഉപയോഗിച്ച് നാം പണിയുന്ന സാമ്രാജ്യം പലപ്പോഴും തകർന്നു പോകാം. മനുഷ്യൻ പലപ്പോഴും പിന്നോട്ട് പോകുന്നു, എന്നാൽ ദൈവം അവനെ മുന്നോട്ട് നയിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ ദൈവത്തിന് തടസ്സമല്ല, അവൻ അവയെ അനുഗ്രഹമാക്കി മാറ്റും. ആയതിനാൽ നിരാശപ്പെടാതെ നാം പഴയ ജീവിതത്തിലേക്ക് പോകരുത്, പുതുക്കം പ്രാപിക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. 14-ാമത്തെ ചിന്ത, ശമോൻ പത്രോസ് അവനോട് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരു നേതാവ് എങ്ങനെയാണോ അങ്ങനെയാണ് തൻ്റെ അണികൾ. പത്രോസിന്റെ ഈ വാക്കുകൾ മറ്റ് ശിഷ്യന്മാരെ എളുപ്പത്തിൽ സ്വാധീനിച്ചു. നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മറ്റുള്ളവരെ വഴിതിരിച്ചു വിടാൻ ശക്തിയുണ്ട്. ഒരു പിതാവ് എങ്ങനെയായിരിക്കുമോ ആ പിതാവിൻ്റെ സ്വഭാവങ്ങൾ മക്കളെ സ്വാധീനിക്കും. മാതാവിൻ്റെ സ്വഭാവം, മാതാവ് എങ്ങനെയാ ജീവിക്കുന്നു അത് മക്കളെ സ്വാധീനിക്കും. മാതാപിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ട് മക്കളോട് ദൈവികമായ വഴിയിലൂടെ വരുവാൻ ഉപദേശിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? മദ്യപിക്കുന്ന ഒരു പിതാവിന് ഒരിക്കലും മക്കളെ ഉപദേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് വേർവിട്ടു പോയ തന്നിഷ്ടക്കാരിയായ ദൈവഹിതത്തിനല്ലാതെ ജീവിക്കുന്ന ഒരു മാതാവിന് ഒരിക്കലും മക്കളെ ഉപദേശിക്കുവാനായിട്ട് അർഹതയില്ല. അതുകൊണ്ടാണ് അഗ്നിമേൻ ഇഗ്നാത്യോസ് പറയുന്നത്, ഇടയൻ വഴിതെറ്റിയാൽ ആടുകൾ ചിതറിപ്പോകും. അതിനാൽ ഒരു വീട്ടിലെ കുടുംബനാഥനാകട്ടെ, നാഥയാകട്ടെ, ഒരു ദേവാലയത്തിലെ അച്ഛനാകട്ടെ, പുരോഹിതനാകട്ടെ, അല്ലെങ്കിൽ ഒരു ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തയാകട്ടെ, ഒരു ഓഫീസിലെ മാനേജറാകട്ടെ, ഇവരൊക്കെയും മാതൃകയായിരിക്കണം. കുരുടനെ നയിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീണു പോകുന്ന വചനം പറയുകയാണ്. ഭരണാധികാരി എപ്രകാരമാണ് അപ്രകാരം തന്നെയാണ് ജനങ്ങളും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ അവനെ അനുഗമിക്കുക. നമ്മുടെ ആത്മീയ യാത്രയിൽ ക്രിസ്തു അല്ലാത്ത ഏതൊരു നേതൃത്വവും അപൂർണമാണ്. സഭയിലും കുടുംബത്തിലൊക്കെ നയിക്കുന്നവര് എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ വിവേകം നേടിയിരിക്കണം. ഇവിടെ വീണ്ടും നമുക്ക് 15-ാമത്തെ ചിന്ത കാണുകയാണ്. ശിഷ്യന്മാരെ പത്രോസ്ലീഹ പറയുകയാണ്, ഇവിടെ ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, ഞങ്ങളും കൂടെ വരികയാണെന്ന് അവർ പറയുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ ശിഷ്യന്മാരാണ് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നത്. ആ പത്രോസ്ലീഹ പറയുമ്പോൾ ഞങ്ങളെ കൂടെ വരുന്നുവെന്ന് പറയുകയാണ്. ഒരു വീണ നേതാവിനെ അനുഗമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കർത്താവർക്ക് പ്രത്യക്ഷനായി എന്നിട്ടും അവര് മീൻ പിടിക്കാൻ പോകുമ്പോൾ അത് പത്രോസ്ലീഹ വിളിക്കുമ്പോൾ ആ ശിഷ്യന്മാർ വീണ്ടും അതിനെ അനുഗമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളൊരു ജീവിതത്തിന്റെ യാത്രയിൽ കർത്താവ് സത്യദൈവമാണെന്ന് അറിഞ്ഞിട്ട് അവനോട് പിൻപറ്റി നിൽക്കുമ്പോൾ ചില നേതാക്കന്മാർ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കും. ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അതിന് അടിമപ്പെട്ട് നാം ഒരിക്കലും കടന്നു പോകരുത്. എപ്പോഴും നമ്മുടെ ആശ്രയം ക്രിസ്തുവായിരിക്കണം. എപ്പോഴും നമ്മുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവായിരിക്കണം. ഇന്ന് പലപ്പോഴും വീണ നേതാവിനെ അനുഗമിക്കുവാനായിട്ടാണ് പലരും താല്പര്യം. അതുകൊണ്ടാണ് വിശുദ്ധനായ അന്തോണിയോസ് പറയുന്നത്, വിവേചനമില്ലാത്ത അനുകരണം ആത്മാവിനെ വീഴ്ത്തുമെന്ന്. ഇവിടെ ശിഷ്യന്മാർ പത്രോസിനെ അനുഗമിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ നിർദ്ദേശം പരിശോധിച്ചില്ല. വിവേചനമില്ലാത്ത അനുകരണം ആത്മീയ നഷ്ടത്തിലേക്ക് നയിക്കാം. അതിനാൽ അനുകരിക്കുമ്പോൾ ആത്മീയ ബോധം ആവശ്യമാണ്. അതാണ് ഈ 15-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്. അനുകരിക്കുമ്പോൾ ആത്മീയ ബോധം അനിവാര്യമാണ്. ഒരു കൂട്ടത്തെ പിന്തുടരുന്നത് എളുപ്പമാണ്, ചിന്തിക്കാതെ പോകുന്നവൻ വഴിതെറ്റിപ്പോകും. മുൻപോട്ടുള്ളവൻ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അനുകരിക്കുന്നതിന് മുമ്പ് നാം ചിന്തിക്കണം. ആത്മീയ തീരുമാനങ്ങൾ വിവേചനം ആവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാതെ നാം ഒന്നിനെയും പിന്തുടരുത്. കൂട്ടായ്മ നല്ലതാണെങ്കിൽ തന്നെയും അത് ആത്മീയമായി ഉറച്ചതായിരിക്കണം. ശിഷ്യന്മാർ ഒരുമിച്ച് നല്ലതാണ്, എന്നാൽ അവരുടെ ദിശ തെറ്റിയിരുന്നു. ശരിയായ മാർഗത്തിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. 16-ാമത്തെ ചിന്ത നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷനാവുകയാണ്. കരയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരാ കരയുടെ സർട്ടനിറ്റിയിൽ നിന്ന് അൺസർട്ടനിറ്റിയിലേക്ക് യാത്രയാവുകയാണ്. കാറ്റും കോളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് കണ്ടതാണ്. തോമാസ് ലീഗ
എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ അടിയുറച്ചതാണ്. എന്നിട്ടും അവര് ആ ഉറപ്പില്ലാത്ത, കാറ്റും കോളുമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഉറപ്പിന്റെ കര വിട്ടിട്ട് പോവുകയാണ്. ഇവിടെ ഈ 16-ാമത്തെ ചിന്തയിൽ 2 പാർട്ടാണ് കാണുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പിന്റെ കരകളെല്ലാം വിട്ട് പ്രതിസന്ധിയുടെ ഇടയിലേക്ക് കടന്നു പോകണം. അതുകൊണ്ടാണ് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത് പടവ് ജീവിതമാണ്, കര മരണവും എന്ന് പറയുന്നത്. കാറ്റും കോളുമില്ലാത്ത ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ക്രിസ്ത്യാനി കടന്നു ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത്, ഈ ഉറപ്പിന്റെ കരയിൽ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടും അവര് കാറ്റും കോളും ഉണ്ടാകുന്ന ആ ഭൗതികതയിലേക്ക് കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ 16-ാമത്തെ ചിന്തയിൽ 2 പാർട്ട് നമുക്ക് രണ്ട് തലങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. യേശുവില്ലാത്ത ജീവിതം, അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. യേശുവില്ലാത്ത ജീവിതം എങ്ങനെ? അവർ പഴയ പടവിലേക്ക് തിരിച്ചു പോവുകയാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തിനു വേണ്ടിയാണ് യാത്ര പോകുന്നത്? ശിഷ്യന്മാർ മീനിനു വേണ്ടി പോയി, എങ്കിൽ യേശു അവരെ മറ്റൊരു മത്സ്യത്തിന് വേണ്ടി കാത്തിരുന്നു. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം യേശു ആകുമ്പോൾ കടൽ പോലും ശാന്തമാകും. 17-ാമത്തെ ചിന്ത, ആ രാത്രി ഒന്നും പിടിച്ചില്ല. ശൂന്യതയുടെ ദീർഘരാത്രി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനും കിട്ടിയില്ല. അതവരുടെ അവരവരുടെ ശാരീരിക പരാജയം മാത്രമല്ല, ആത്മീയ ശൂന്യത കൂടിയാണ്. യേശുവിനെ വിട്ടുപോയ ജീവിതം ഫലശൂന്യമാണ്. നമ്മുടെ സ്വന്തം ശ്രമങ്ങൾ എത്ര ശക്തമായാലും യേശു അവരുടെ പടകിലില്ല. യേശു അവരുടെ പടകില്ലാത്തിടത്തോളം കാലം അവർക്കൊന്നും പിടിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയ വിശുദ്ധ അത്താനാസ്യോസ് പറയുന്നത്, യേശുവില്ലാത്ത അധ്വാനം ശൂന്യരാത്രിയാണ്. കർത്താവ് ഭവനം പണിതിൽ പണിക്കാരൻ ഗത അധ്വാനിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അനേക വചനങ്ങളോട് കർത്താവ് നമ്മൾ പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒന്നും പിടിക്കാത്ത രാത്രികൾ ഉണ്ടാകും. അത് നമ്മുടെ പരാജയമല്ല, അത് യേശുവിനെ തേടാനുള്ള ക്ഷണമാണ്. ശൂന്യത നിങ്ങളെ നിരാശപ്പെടുത്തരുത്. അത് ദൈവത്തിന്റെ വരവിന്റെ മുൻവരണമാണ്. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. പരിചയ സമ്പന്നരായ മത്സ്യത്തൊഴിലാളികളായിരുന്നു. എന്നിട്ട് അവരൊന്നും പിടിച്ചില്ല. യേശുവില്ലാത്ത ജീവിതത്തിന്റെ ഫലം 0. നമ്മുടെ ജീവിതത്തിൽ ഒന്നും പിടിക്കാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ജോലിയിലും ബന്ധങ്ങളിലും ആത്മീയതകളിലും എല്ലാം ശൂന്യതകൾ അനുഭവപ്പെടാറുണ്ട്. ഇതൊരു അടയാളമാണ്. യേശു നമ്മുടെ പടകിൽ കയറേണ്ടതുണ്ട്. അവൻ വരുമ്പോൾ ശൂന്യതകളെല്ലാം നിറവായി മാറും. 18-ാമത്തെ ചിന്ത പറയുകയാണ്, ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. The boat without Christ, the symbol of the church without the Lord. പടവ്, ബോട്ട് പലപ്പോഴും സഭയുടെ പ്രതീകമാണ്. ഇവിടെ ആ പടവിൽ യേശുവില്ല. അവനില്ലാത്ത സഭ ഫലശൂന്യമാണ്. എത്ര തൊഴിഞ്ഞാലും എത്ര വല വീശിയാലും യേശു ഇല്ലെങ്കിൽ ഒന്നും പിടിക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് സഭയുടെ കേന്ദ്രം ക്രിസ്തുവായിരിക്കണം. വിശുദ്ധനായ സിപ്രിയാൻ പറയുകയാണ്, സഭയ്ക്ക് പുറത്ത് യേശുവില്ല, യേശു ഇല്ലാത്ത സഭയുമില്ല. സഭയ്ക്കകത്ത് സഭയുടെ കേന്ദ്രബിന്ദു യേശുവായിരിക്കും. നമ്മുടെ ഒരു ദേവാലയത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളും പണികളും എല്ലാം യേശുവിനെ കേന്ദ്രീകൃതമാക്കി. അവനില്ലാത്ത ആരാധന, അവനില്ലാത്ത പെരുന്നാള്, അവനില്ലാത്ത സേവനം, അവനില്ലാത്ത പ്രവർത്തനങ്ങൾ അത് വ്യർത്ഥമാണ്. യേശു പടകില്ലായിരുന്നു. പത്രോസും മറ്റുള്ളവരും മാത്രമായിരുന്നു. അവർ തങ്ങളുടെ പഴയ രീതിയിൽ പ്രവർത്തിച്ചു, എന്നാൽ ഫലശൂന്യമായിരുന്നു. നമ്മുടെ സഭകളും പള്ളികളും കൂട്ടായ്മകളെല്ലാം ചിലപ്പോൾ ഇങ്ങനെയാണ്. പ്രവർത്തനങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ യേശു പടവിൽ കാണുകയില്ല. യേശു ഉണ്ടായിരിക്കണം. അവനില്ലാതെ നിങ്ങൾ രാത്രി മുഴുവൻ തുഴഞ്ഞിട്ടും കര കാണില്ല. അവനെ ആ പടവിലേക്ക് ക്ഷണിക്കുക. അവൻ വരുമ്പോൾ നിങ്ങളുടെ ശൂന്യതകളെല്ലാം മാറും. നമ്മുടെ പടവ് അവൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധമായി മാറും. ഇവിടെ 19-ാമത്തെ ചിന്ത, ശിമോൻ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകും. ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് കോളിംഗ്, തൊഴിലിന്റെ അന്തസ്സും ദൈവവിളിയും. മീൻ പിടിക്കാൻ പോകുന്നത് കുറ്റകരമല്ല, പാപകരമല്ല. ഏത് ജോലിയും മഹത്തരമാണെന്ന് ഈ വാക്യം പഠിപ്പിക്കുക. അപ്പോസ്തലന്മാരെ വിളിക്കപ്പെട്ടതും പിന്നീട് അവർ മീൻ പിടിക്കാൻ പോയത് അധ്വാനത്തിന്റെ അന്തസ്സിനെ കാണിക്കുന്നു. ജോലി ചെയ്യുന്ന ദൈവത്തിന്റെ സേവനത്തിന് തുല്യമാണ്. എന്നാൽ തൊഴിലിനിടയിലും നമ്മുടെ ആത്മീയ വിളിയെ മറന്നു പോകരുത്. അധ്വാനവും പ്രാർത്ഥനയും സമന്വയിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം.
അവരുടെ തൊഴിലിടങ്ങളിലേക്ക് കർത്താവിനെ വിളിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. വിശുദ്ധനായ അംബ്രോസ് പറയുകയാണ്, തൻ്റെ ഉപജീവനത്തിനായി അധ്വാനിക്കുന്നവൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുന്നു, എന്നാൽ ആത്മാവിൻ്റെ വിശപ്പിനെ അവൻ ഒരിക്കലും മറക്കരുത് എന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും അത് സത്യസന്ധമായി ചെയ്യുക. ആ തൊഴിലിടങ്ങളിലും ദൈവത്തിൻ്റെ സ്മരണ ഉണ്ടായിരിക്കണം. അധ്വാനം ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഷയാണ്. ശിഷ്യന്മാരുടെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിച്ച് അവർ അധ്വാനിക്കാൻ തയ്യാറായി. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ഇങ്ങോട്ട് ക്ഷണിക്കണമേ. ആ കർത്താവില്ലാത്ത പടകായത്, അതുകൊണ്ടാണ് അവർക്കൊന്നും പിടിക്കാൻ സാധിക്കാത്തത്. നമ്മുടെ കൈകൾ പണിയെടുക്കുമ്പോൾ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സഭയുടെ പാരമ്പര്യത്തിൽ അധ്വാനം പ്രാർത്ഥനയുടെ ഒരു രൂപമാണ്. 20ാമത്തെ ചിന്ത, ഡാർക്ക്നെസ് ആൻഡ് സ്ട്രഗിൾ. ഈ ചിന്ത വളരെ ചേർന്നെന്ന് പറയട്ടെ. അവർ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഈ രാത്രിയിൽ അന്ധകാരത്തിലൊന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല. രാത്രി ആത്മീയമായ അന്ധകാരത്തെ പ്രതീകമാണ്. ഇരുട്ടത്ത് പരിശ്രമിക്കുന്നതൊന്നും ഫലവത്താവണമെന്നില്ല. ഇരുട്ടിനെ സ്നേഹിക്കുവാനായിട്ട് ഇടവരരുത്. അതുകൊണ്ടാണ് വിശുദ്ധ അപ്രയം പറയുന്നത്, ആത്മീയ അന്ധകാരം വിശ്വാസത്തെ പരീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ രാത്രികളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പ്രകാശമായ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ, ആ ഇരുണ്ട് മാറിക്കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇരുട്ടിനെ സ്നേഹിക്കാതെ പ്രകാശമായ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, രാത്രി കഴിഞ്ഞു, പ്രഭാതമായി, പ്രഭാതത്തോടൊപ്പം രക്ഷയും വരുന്നു. പ്രിയമുള്ളവരെ, നേരം വെളുക്കുമ്പോൾ യേശു കരയിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രാത്രി മുഴുവൻ ശൂന്യമായ അധ്വാനത്തിന് ശേഷം നേരം വെളുക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. കർത്താവിനെ വഹിച്ചുകൊണ്ടുവരുന്നൊരു പ്രഭാതം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ ഇരുട്ടിലാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു പ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് ആ പ്രഭാതത്തിന്റെ തീരത്ത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. 21ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നവരായിരുന്നു. അവർക്ക് വിശപ്പും ദാഹം ഉണ്ടായിരുന്നു. അവർക്ക് അധ്വാനിക്കണം, അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വലയുമായിട്ട് കടലിലേക്ക് പോയി. ഇവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു ചിന്തയുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ ഒരിക്കൽ പോലും വലയെറിഞ്ഞാനായിട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. യേശു ഇല്ലാത്തപ്പോഴാണ് അവർക്ക് ഭൗതികമായ വിശപ്പുണ്ടാകുക. ദൈവത്തിൻ്റെ വേലയിലായിരിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ആയിരുന്നപ്പോൾ ഭൗതികതയെ അവർ നോക്കിയിരുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ, കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷനായി തന്നെയും കർത്താവ് അവരുടെ കൂടെ ഭൗതികമല്ലാതിരുന്നപ്പോൾ അവർ ഈ ലോകത്തിൻ്റെ ഭൗതികതയെ തേടിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, വചനം ഇങ്ങനെ പറയാണ്, നീതിമാൻ തുണയില്ലാതെ നിൽക്കുന്ന അവൻ്റെ സന്തതി അപ്പമിരക്കും ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്നപ്പോൾ, കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ വലയെറിയാൻ പോയില്ല. കർത്താവില്ലാത്തപ്പോഴാണ് വലയെറിയാൻ പോകുന്നത്. ആയതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ നിറവേറ്റി തരുവാനായിട്ട് കർത്താവിന് സാധിക്കും. അവനോടൊപ്പം നാം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 22ാമത്തെ ചിന്ത, യേശു ആണെന്ന് അവര് തിരിച്ചറിഞ്ഞില്ല. പ്രഭാതമായപ്പോൾ യേശു കടൽ തീരത്ത് നിന്നു. അത് യേശു ആണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയപ്പെടാത്ത സാന്നിധ്യം, അൺറെക്കഗ്നൈസ്ഡ് പ്രസൻസ്. ദൈവം നമ്മുടെ അരികിലുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകാറുണ്ട്. ഭൗതികമായ ചിന്തകളും പരാജയഭീതിയും കാരണം ദൈവത്തെ തിരിച്ചറിയാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അലക്സാന്ദ്രിയയിലെ കൂറിലോസ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു എക്സ്പ്ലനേഷൻ, വ്യാഖ്യാനം നൽകുന്നുണ്ട്. അവിശ്വാസം ഹൃദയത്തെ മറയ്ക്കുന്നു. ക്രിസ്തു കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർക്ക് അവനെ കാണാൻ കഴിയാതിരുന്ന് അവരുടെ ചിന്തകൾ ലോകത്തിലായിരുന്നു. അവൻ ലോകത്തെ ഉണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. വിശ്വാസത്താലെ അല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്തോടെയാണ് നാം നടക്കേണ്ടത്. നമ്മുടെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ നാം ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ആ നിമിഷങ്ങളിൽ ദൈവം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ കണ്ണുകൾ ഉറക്കം കൊണ്ട് നിരാശ കൊണ്ട് തളർന്നു നിന്നു. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയാൻ സാധിക്കൂ. തിരിച്ചറിയപ്പെടാത്ത ദൈവസാന്നിധ്യം വലിയൊരു രഹസ്യമാണ്. ശിഷ്യന്മാർ അവനെ അറിഞ്ഞില്ലെങ്കിലും അവൻ അവരെ അറിഞ്ഞിരുന്നു. ദൈവം നമ്മെ അറിയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. തിരിച്ചറിയാൻ വൈകിയാലും അവൻ നമ്മെ ഉപേക്ഷിച്ചു പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തീരത്ത് അവൻ നിൽക്കുന്ന നാം അറിയുന്ന നിമിഷം ജീവിതം നമ്മുടെ മാറും.
23-ാമത്തെ ചിന്ത ഇവിടെ പറയുകയാണ്, യേശു കടൽ തീരത്ത് നിന്നു പ്രഭാതമായി. തീരത്ത് നിൽക്കുന്ന ഒരു കർത്താവ്, ദ ലോർഡ് ഓൺ ദ ഷോർ. തീരത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. കടൽ അശാന്തിയുടെയും ലോകത്തിൻ്റെയും പ്രതീകമാണ്. തീരം സമാധാനത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പ്രതീകമാണ്. യേശു തീരത്ത് നിൽക്കുന്ന തൻ്റെ മക്കൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കാനാണ്. ജീവിതമാകുന്ന കടലിൽ, പ്രതിസന്ധിയുടെ കടലിൽ, ദുഃഖങ്ങളുടെ കടലിൽ, കണ്ണുനീരിൻ്റെ കടലിൽ, പ്രയാസങ്ങളുടെ കടലിൽ തുഴയാൻ നമുക്ക് ഒരു തീരത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഊർശലേമിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, യേശു തീരത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനത്തിൽ തുറമുഖം കാണിച്ചു കൊടുക്കാനാണ്. ലോകത്തിൻ്റെ തിരമാലകളിൽ നിന്ന് അവൻ അവരെ രക്ഷിക്കുകയാണ്. വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ലോകമാകുന്ന കടൽ എത്ര കഷ്ടപ്പെട്ടാലും തീരത്ത് കർത്താവുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് കരുത്ത് നൽകുകയാണ്. ശിഷ്യന്മാർ കടലിൽ കഷ്ടപ്പെടുമ്പോൾ യേശു കരയിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മുടെ അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമില്ലാത്തതായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കടലിലെ കാറ്റും ഓളവും നമ്മെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ തീരത്ത് നിൽക്കുന്ന കർത്താവിന് മാത്രമേ നമുക്ക് സമാധാനം നൽകുവാൻ സാധിക്കുള്ളൂ. ആ തീരമാണ് നമ്മുടെ ശാശ്വതമായ പ്രത്യാശ. പലപ്പോഴും ആ തീരത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ നമ്മൾ പോവുകയാണ്. നമ്മുടെ തീരത്ത് കർത്താവുണ്ട്, ആ കർത്താവിനെ തിരിച്ചറിയാതെ പോവുകയാണ്. ഇവിടെയും കാണുന്നത് തന്നെയാണ്, ശിഷ്യന്മാർക്ക് തിരിച്ചറിയാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, തീരത്ത് നിൽക്കുന്ന കർത്താവിനെ നാം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ തീരത്തുണ്ട്, നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. 24-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവരാ ഒന്നും കിട്ടാതിരുന്നിട്ടും കർത്താവിനെ വിളിച്ചിട്ടില്ലായിരുന്നു. അവിടെ വചനത്തിലോ വേദപുസ്തകത്തിലോ ഒരിടത്തും കാണുന്നില്ല. പക്ഷെ കർത്താവ് അവരുടെ അടുത്തേക്ക് വരികയാണ്. ദ ലോർഡ് ഹു കംസ് അൺഇൻവൈറ്റഡ്. 24-ാമത്തെ ചിന്തയാണ്, ക്ഷണം കൂടാതെ വരുന്ന കർത്താവ്. ശിഷ്യന്മാർ യേശുവിനെ ക്ഷണിച്ചിരുന്നില്ല, അവർ അവരെ പ്രതീക്ഷിച്ചില്ലെങ്കിലും അവൻ വരികയാണ്. യേശു നമ്മുടെ ക്ഷണത്തിനായി കാത്തിരിക്കുന്നവനല്ല, അവൻ തൻ്റെ കൃപയിൽ സ്വയം വരികയാണ്. നമ്മുടെ ഏറ്റവും വലിയ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ അവനുണ്ടാകും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഗ്രിഗോറിയോസ് പറയുന്നത്, ദൈവം എപ്പോഴും ആദ്യം വരുന്നു, അവൻ വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ്. ദൈവം നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. നമ്മൾ അവനെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ അവൻ കടന്നു വരും. നാം ഒരുങ്ങിയിരിക്കുക, അവൻ്റെ വരവിനെ സ്വാഗതം ചെയ്യുക. ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയതുള്ളൂ, അവർ യേശുവിനെ പ്രതീക്ഷിച്ചില്ല, അവർ യേശുവിനെ വിളിച്ചില്ലെങ്കിലും അവൻ വന്നു. എത്ര മനോഹരമായൊരു കൃപയാണ് അവിടെ. നമ്മൾ അവനെ മറന്നാലും അവൻ നമ്മെ മറക്കുകയില്ല. നിരാശയിലും തിരക്കിലും ക്ഷീണത്തിലും നമ്മൾ അവനെ മറന്നുപോയെങ്കിലും യേശു നമ്മളെ തേടി വരികയാണ്. അവൻ ക്ഷണിക്കപ്പെടാത്തവനായി വരും. ആ ക്ഷണിക്കപ്പെടാത്തവനായി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. 25-ാമത്തെ ചിന്ത, യേശു 5-ാമത്തെ വാക്യത്തിൽ യേശു അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ദ ലവിങ് കോൾ ഓഫ് ദി ഫാദർ. യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടിട്ടും അവർ യേശുവിനെ വിട്ടിട്ട് വള്ളവും വലയുമായിട്ട് കടന്നു പോയിട്ടും അവരുടെ മുമ്പിൽ ദേഷ്യപ്പെടുന്ന യേശുവില്ല, മറിച്ച് കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ എന്നാണ് അവിടെ അഭിസംബോധന ചെയ്തത്. ഗുരുവും ശിഷ്യനും എന്ന ബന്ധത്തിലപ്പുറത്ത് പിതാവും മക്കളും എന്ന ആത്മബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്. പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ ഒരു പിതാവ് വരുന്നത് പോലെയാണ് യേശു തീർത്ത് നിൽക്കുന്നത്. നമ്മുടെ കുറവുകളെ, നമ്മുടെ ഉപേക്ഷണങ്ങളെന്നും പരിഹസിക്കാനല്ല, മറിച്ച് വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വിളിയിൽ അലിഞ്ഞു ചേർന്നത് ദൈവത്തിൻ്റെ അപാരമായ കരുണയാണ്. കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയാലും ഉപേക്ഷിച്ചിട്ട് പോയാലും നമ്മളെ അണച്ചു പിടിക്കുന്ന, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അണച്ചു പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. പരാജയത്തിൻ്റെ ഭാരവുമായി തീരത്തേക്ക് എടുക്കുന്ന ശിഷ്യന്മാർക്ക് കേൾക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ മനോഹരമായ വാക്കാണ് കുഞ്ഞുങ്ങളെ എന്നത്. നമ്മുടെ അധ്വാനം പാഴായല്ലോ എന്ന വിഷമത്തിനിടയിൽ ഈ വിളി അവർക്ക് പ്രത്യാശ നൽകുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന എപ്പോഴും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ്. സ്നേഹപൂർവമായ വിളി അനുസരിക്കാൻ നാം തയ്യാറാകണം. ഇതാ കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. തകർന്നിരിക്കുന്ന നിന്നോട് പറയുകയാണ്, കുഞ്ഞെ, മകനെ, നീ ഭാരപ്പെടേണ്ട. കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സാമീപ്യത്തിൻ്റെ, കരുതലിൻ്റെ വിളിയാണ്. ആ കരുതലിൻ്റെ വിളിക്കായിട്ട് നമുക്ക് കാതോർത്ത് നിൽക്കാം. ആ കരുതലിൻ്റെ വിളി നമുക്ക് സ്വീകരിക്കാം. 26-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൂട്ടാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്നവർ ഉത്തരം പറയുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ അവർ ഇല്ല എന്ന് ഉത്തരം പറയുകയാണ്. ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന്
തുറന്ന് സമ്മതിക്കുകയാണ്. കുറവുകൾ സമ്മതിക്കുന്ന മനസ്സതാണ് 26-ാമത്തെ ചിന്ത. അഡ്മിറ്റിംഗ് അവർ ഷോർട്ട് കമ്മിങ്സ്. അഹങ്കാരം വെടിഞ്ഞ് സ്വന്തം ശൂന്യത ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നത് ഒരു വലിയ പുണ്യമാണ്. നമ്മുടെ പക്കൽ ഒന്നുമില്ലാന്ന് ബോധ്യപ്പെടുമ്പോഴാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. സത്യസന്ധമായ ഏറ്റുപറച്ചിൽ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുകയാണ്. ദൈവത്തിന് നമ്മെ സഹായിക്കാൻ നമ്മുടെ സത്യസന്ധത ആവശ്യമാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, താങ്കൾ പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുന്ന ഹൃദയത്തിലാണ് ദൈവം തൻ്റെ കൃപ വർഷിക്കുന്നത്. ശൂന്യമായ വലകളിലാണ് ദൈവത്തിന് നിറയ്ക്കാൻ എളുപ്പമുള്ളത്. നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുക. ഇല്ല എന്ന ഒറ്റ വാക്കിൽ ശിഷ്യന്മാരുടെ ആ രാത്രിയിലെ എല്ലാ കഷ്ടപ്പാടുകളും അടങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചിരുന്നവർക്ക് അപ്പോൾ ദൈവത്തിൻ്റെ സഹായം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടു. ശിഷ്യന്മാരുടെയും മറുപടി അവരുടെ മാനസാന്തരത്തിന് തുടക്കമാണ്. സ്വന്തം കഴിവില്ലായ്മ കർത്താവിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്ന തോൽവിയില്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപിടിയാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ പക്കൽ എന്തുണ്ട് എന്നല്ല, മറിച്ച് നമ്മുടെ ശൂന്യത നൽകാൻ നാം തയ്യാറാണ് എന്നാണ്. ദൈവം ഒരു ചോദ്യത്തിലൂടെ പരീക്ഷിക്കുകയല്ല. ശൂന്യത പ്രസ്താവിക്കുന്നവർക്ക്, ദൈവസന്നിധി പ്രഖ്യാപിക്കുന്നവർക്ക് ദൈവം സമൃദ്ധി നൽകും. 27-ാമത്തെ ചിന്ത, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ? ദ ക്വസ്റ്റ്യൻ ഓഫ് ഫിസിക്കൽ നീഡ്. ഗോഡ് കെയർസ് ഫോർ അവർ ബോഡി. ശാരീരിക ആവശ്യത്തിൻ്റെ ചോദ്യം. ദൈവം നമ്മുടെ ശരീരത്തെയും ശ്രദ്ധിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഒരു സഭയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവൻ്റെ ഭൗതിക കാര്യങ്ങളെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവന് വിശപ്പില്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാൻ നാം തയ്യാറാകണം. ആത്മാവിനെ മാത്രമല്ല, വിശന്ന വയറിനെയും കർത്താവ് കരുതിയതുപോലെ, യേശു ഭൗതികതയെ തള്ളിക്കളയാത്തതുപോലെ നമ്മളും അതുപോലെ ആയിരിക്കണം. വിശുദ്ധനായ സ്വർണ്ണനാവ് ഇവാനൂസ് പറയുകയാണ്, യേശുവയുടെ വയറിനെ കുറിച്ച് ചോദിച്ചു, കാരണം അവൻ അവരുടെ ദേഹത്തെയും സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഈ ചിന്തയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളാണ്. ഒന്ന്, നാം മറ്റുള്ളവരുടെ വയറിനെ അറിഞ്ഞിരിക്കണം. അവൻ്റെ വേദനകൾ, അവൻ്റെ വിശപ്പുകളെല്ലാം നാം മനസ്സിലാക്കണം. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിശപ്പുകൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഭൗതികമായ വിശപ്പിനെ തള്ളിക്കളയുന്നില്ല, അതിനെ പവിത്രമാക്കുകയാണ്. നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ഒരു കർത്താവുണ്ട്, ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ? നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ച് നാം പ്രാർത്ഥിക്കാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച കർത്താവാണ്. നമ്മുടെ ശരീരത്തെ കർത്താവ് മാനിക്കുന്നു. അതിനെ മലിനമാക്കരുത്. അതിൻ്റെ വിശപ്പറിയുന്നു. അതിൻ്റെ ഭൗതിക ആവശ്യങ്ങളും അവന് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദൈവം ഒരു ആത്മാവിൻ്റെ ദൈവം മാത്രമല്ല, ശരീരത്തിൻ്റെയും കൂടി ദൈവമാണ്. 28-ാമത്തെ ചിന്ത, ഇവിടെ ഇല്ല എന്നവർ തന്നോട് പറഞ്ഞു. അവൻ അവരോട്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവർ വല വീശി വലയിൽപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യത്തിൽ വല വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വലതുഭാഗത്ത് ഇടുവിൽ. അവരത് അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ പരിശ്രമങ്ങളെ ഫലപ്രദമാക്കുവാനുള്ള ശക്തിയുണ്ട്. അനുസരണമാണ് അത്ഭുതത്തിൻ്റെ താക്കോൽ. സ്വർണ്ണനാവുകാരൻ ഇവാനൂസ് പറയുകയാണ്, അനുസരണത്തിൻ്റെ ഒരു വാക്ക് രാത്രി മുഴുവൻ്റെയും പരാജയത്തെ മറികടക്കും. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം യുക്തിയും പരിചയവും ഒക്കെ പരാജയത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ അവൻ്റെ വചനം കേട്ട് അവനെ അനുസരിക്കുന്നുവെങ്കിൽ അത് അത്ഭുതങ്ങൾ നിറയ്ക്കും. അനുസരണം നമ്മുടെ ശൂന്യതകളെ നിറവുകളാക്കി മാറ്റും. അവർ പ്രൊഫഷണലായിട്ട് വലയിടുന്നവരാണ്. വലതുഭാഗത്ത് ഇടുവെന്നത് അവർക്കൊരു കുട്ടിയുടെ നിർദ്ദേശം കൊടുക്കുന്നേക്കാം, എങ്കിലും അവരത് അനുസരിച്ചു. കാരണം ആ ശബ്ദം അവർക്ക് പരിചിതമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ നമ്മുടെ പ്രൊഫഷണലിസം വിനയപ്പെടണം. നമ്മൾ എത്രത്തോളം യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ വിനയപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ വഴികൾ തുറക്കപ്പെടും. ആയതുകൊണ്ട് അവൻ്റെ വാക്കുകൾ അനുസരിക്കുക. അവൻ്റെ വാക്കുകൾ അപ്പോൾ നമ്മുടെ മലകളെല്ലാം നിറയും. നമ്മുടെ പരാജയത്തിൻ്റെ രാത്രി അത്ഭുതത്തിൻ്റെ പ്രഭാതമായി മാറും. അടുത്ത 29-ാമത്തെ ചിന്ത, റൈറ്റ് സൈഡ് ദ പ്ലേസ് ഓഫ് ബ്ലെസ്സിംഗ്. വലതുഭാഗം അനുഗ്രഹത്തിൻ്റെ സ്ഥാനമാണ്. വലതുഭാഗവുമായിട്ട് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിലൊക്കെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ലിറ്ററേച്ചറിലെല്ലാം വലതുഭാഗത്തെ കാണുവാനായിട്ട് സാധിക്കും. ഇടത്തു നിന്ന് വലത്തോട്ടാണ് നമ്മൾ കുരിശു വരയ്ക്കപ്പെടുന്നത്. വലതുഭാഗത്ത് പലപ്പോഴും എപ്പോഴും ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് സഭാപിതാക്കന്മാരും തിരുവചനങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത്. യേശു തന്നെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ഇവിടെ വലതുഭാഗത്ത് വലയിടുന്നത് ദൈവിക അനുഗ്രഹത്തെ ക്ഷണിക്കലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ
ത്തിൽ യേശുവിൻ്റെ വലതുഭാഗം തേടുക, അവിടെയാണ് സമൃദ്ധി. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, വലതുഭാഗം ക്രിസ്തുവിൻ്റെ കരുണയുടെ സ്ഥാനമാണ്. കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ വിശ്വാസമാണ്. നമ്മൾ വലതുഭാഗം എന്നത് ഭൂമിശാസ്ത്രപരമായ സൂചന മാത്രമല്ല, ഒരു ആത്മീയമായ ഒരു ദിശയാണ്. യേശുവിനോട് അടുത്തിരിക്കുന്ന ഭാഗമാണ്. നമ്മൾ ഭൗതികമായിട്ട് അതിനെ ഭൂമിശാസ്ത്രപരമായി അതിനെ കാണുന്നത് ഒരിക്കലും ഇടതും വലതും ഒരു ഭാഗം കൊള്ളും ഒരു ഭാഗം നല്ല, അങ്ങനെയല്ല. മറിച്ച് അതൊരു ആത്മീയ ഒരു ദിശയാണ്. യേശുവിനോട് അടുത്തിരിക്കുന്ന ഭാഗം. നമ്മുടെ ഏത് ജോലിയിലും ജീവിതത്തിൽ നാം യേശുവിനോട് അടുത്തിരിക്കാറുണ്ടോ? അവിടെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നമ്മുടെ വലകൾ എവിടെയാണ് ഇടപെടുന്നത്? നമ്മുടെ സ്വന്തം യുക്തിയിലും പരിചയത്തിലുമായ ഇടത് ഭാഗത്താണ്, അതോ യേശുവിൻ്റെ വലത് ഭാഗത്താണ്? അവൻ്റെ വലത് ഭാഗം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. ആ ഉറവയിൽ നമ്മുടെ വലകളെ ഇടുക, അപ്പോൾ സമൃദ്ധമായി നമുക്ക് ലഭിക്കും. 30ാമത്തെ ചിന്ത, ദ ഫെയ്ത്ത് ഓഫ് പ്രൊഫഷണൽസ്. പ്രൊഫഷണലുകളുടെ, പരിചയക്കാരുടെ വിശ്വാസം. ഒബീഡിയൻസ് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള അനുസരണം. അവർ ഇട്ടു എന്നാണ് പറയുന്നത്. അവർ വല വീശി. യേശു പറഞ്ഞത് അവരുടെ പരിചയത്തിന് വിരുദ്ധമായിരുന്നു. രാത്രി മുഴുവൻ പലയിടത്തും അവർ വല വീശിയിട്ടുണ്ടായിരിക്കാം. വലതുഭാഗത്തുനിന്ന് യുക്തിരഹിതമായി തോന്നിയേക്കാം, എങ്കിലും അവർ അനുസരിച്ചു. യഥാർത്ഥ വിശ്വാസം മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള അനുസരണമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പലരും മറന്നു പോവുകയാണ്. അങ്ങനെ ആയിരിക്കരുത്. അവരെ വലിയ കഴിവുള്ളവരായിരുന്നു, പക്ഷെ ആ കഴിവ് ഒല്ലാതായി പോകുന്ന അവസ്ഥയാണ്. അതാണ് ഈ 30ാമത്തെ ചിന്ത പറയുന്നത്. നമ്മളുടെ കഴിവും യോഗ്യതകളൊന്നും കർത്താവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നമ്മുടെ കഴിവുകൊണ്ട് യോഗ്യതകളൊന്നും സാധിക്കുകയില്ല. പക്ഷെ കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ എത്ര കഴിവില്ലാത്തവനാണെങ്കിലും അത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവരുടെ വലകൾ നിറയും. നമ്മുടെ യുക്തി യേശുവിനെ വിമർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവനാൽ വിമർശിക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ഹൃദയം അവനെ അനുസരിക്കണം. അവൻ്റെ കൽപ്പനകൾ ചിലർ എഴുതുമ്പോൾ യുക്തിരഹിതമായിട്ട് വന്നേക്കാം, പക്ഷെ അവയിൽ ജീവനുണ്ട്. വളരെ കഴിവുള്ള ശിഷ്യന്മാർ അത് അനുസരിച്ചു, അവർ വിജയിച്ചു. നമ്മളും അനുസരിക്കുക, അപ്പോൾ പരാജയത്തിൻ്റെ വലകളെല്ലാം നിറയപ്പെടും. 31ാമത്തെ ചിന്ത, ദ നെറ്റ് കുഡ് നോട്ട് ബ്രേക്ക് ഗ്രേസ് ദാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ്. പൊട്ടാത്ത വലയും എല്ലാം ഉൾക്കൊള്ളുന്ന കൃപ. അവർ വലയിട്ടു. വലയുടെ വലിപ്പം കൊണ്ട്, മീനിന്റെ വലിപ്പം കൊണ്ട് വല പൊട്ടിയില്ല. വല നിറഞ്ഞു, പക്ഷെ പൊട്ടിയില്ല. ഇത് ദൈവത്തിന്റെ കൃപയുടെ സ്വഭാവമാണ്. കൃപ നമ്മൾ നിറയ്ക്കുകയാണ്, എന്നാൽ നമ്മെ തകർക്കുന്നില്ല. നമ്മുടെ ശേഷിക്ക് അതീതമാണ്, എങ്കിൽ നമ്മെ വഹിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ വലയെ പൊട്ടിക്കുകയില്ല, അത് നിങ്ങളുടെ വലയെ ശക്തിപ്പെടുത്തും. വിശുദ്ധനായ ഗ്രിഗോറിയോസ് പറയുകയാണ്, കൃപ ഒരിക്കലും നമ്മുടെ വല പൊട്ടിക്കുന്നില്ല, അത് നമ്മുടെ ശേഷിയെ വികസിപ്പിക്കുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർ ഒത്തിരിയധികം വലയിൽ മീൻ നിറഞ്ഞു, പക്ഷെ അവർക്ക് വലിക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും വല പൊട്ടുകയില്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വലുതാണ്, പക്ഷെ അവന്റെ കരം അവയെ പൊട്ടാതെ കാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുമ്പോൾ അവ നമ്മെ തകർക്കപ്പെടുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ വല പൊട്ടാതെ കാത്തുകൊണ്ട് അവൻ്റെ കൃപ വഹിക്കാനാവാത്ത വലുതാണ്. കർത്താവ് ഒരിക്കൽ പോലും നമ്മുടെ വല പൊട്ടിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സമൃദ്ധി തകർക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ നമ്മുടെ ശക്തിയാണ്. നിറഞ്ഞ വലയുമായി കരയ്ക്ക് വരിക. യേശു അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. 32ാമത്തെ ചിന്ത, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് സക്സസ്. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് സക്സസ്. വിജയത്തിന്റെ ദിശമാറ്റം. ശിഷ്യന്മാരോട് ഈ വല വീശാൻ പറയുമ്പോൾ അവര് ഇട്ട സ്ഥലത്ത് നിന്ന് അല്പം മാറ്റിയിട്ടിട്ടുണ്ടായിരിക്കാം. ചെറിയൊരു ദിശമാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ദൂരെ പോയി വലയിടാനൊന്നുമല്ല പറഞ്ഞത്. വലത്തുഭാഗത്തിടുക. അവരുടെ ആ പഞ്ചിയിൽ തന്നെ നിന്നുകൊണ്ടാണ് വലത്തുഭാഗത്തിടാൻ പറയുന്നത്. ചെറിയൊരു ദിശമാറ്റം വന്നപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാനായിട്ട് ചെറിയൊരു ദിശമാറ്റം ആവശ്യമാണ്. നമ്മുടെ പാപത്തിൻ്റെ നിന്നുള്ള ദിശമാറ്റം, മ്ലേച്ഛതയിൽ നിന്നുള്ള ദിശമാറ്റം, അശുദ്ധിയിൽ നിന്നുള്ള ദിശമാറ്റം, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ജീവിതങ്ങളെ മാറ്റിമറിക്കുകയാണ്. ദൈവം ദിശ മാറ്റുമ്പോൾ ജീവിതം മാറുകയാണ്. ഈ വചനം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ പ്രാധാന്യം കാണിക്കും. ചെറിയ മാറ്റം വലിയ വിജയത്തിന് കാരണമാകുന്നു. ദൈവം നമ്മുടെ വഴികളെ ശരിയാക്കുകയാണ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാർഗം സ്വീകരിക്കണം. ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. വിശ്വാസത്തോടെ മുൻപോട്ട് പോകണം. ശിഷ്യന്മാർ അവരുടെ പതിവ് രീതിയിൽ വിജയിച്ചില്ല, എന്നാൽ ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരിച്ച് ദിശ മാറ്റി കഴിഞ്ഞു അത്ഭുതം പ്രവർത്തിക്കുക. ദൈവം നമ്മുടെ ജീവിതം ശരിയായ ദിശയിലേക്ക് നയിക്കുക. ചെറിയ മാറ്റങ്ങൾ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നാം ദൈവത്തെ പിന്തുടരണം. അവൻ വിജയത്തിലേക്ക് നയിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ നമുക്ക് ചോദിക്കാം.
33-ാമത്തെ ചിന്ത, ഇമ്പോസിബിൾ ബിക്കംസ് പോസിബിൾ. അസാധ്യത്തിൻ്റെ സാധ്യമായ മാറ്റം. വല കീറാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് മത്സ്യങ്ങളെ അവർ പിടിക്കുക. അസാധ്യമാണെന്ന് സാധിച്ചിരുന്നിടത്താണ് ദൈവം സാധ്യമാക്കി മാറ്റുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവനിൽ വിശ്വാസം വയ്ക്കണം. അസാധ്യ കാര്യങ്ങൾ പോലും സാധ്യമാകുന്ന ആക്കി തരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. വിശ്വാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. അവർ പരാജയപ്പെട്ടെടുത്തുനിന്ന് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയെ വെളിവാക്കുകയാണ്. ദൈവം നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കും. നടക്കില്ല എന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. നാം വിശ്വാസത്തോടെ പ്രത്യാശയോടെ നിൽക്കണം. നാം നിരാശപ്പെട്ടു പോരുത്. ദൈവത്തിൽ വിശ്വസിക്കണം. 34-ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, മീനിൻ്റെ പെരുപ്പം നിമിത്തം ഹേതുവായിട്ട് അത് വലിപ്പം നിമിത്തം അത് വലിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. വല വലിക്കാൻ ശിഷ്യന്മാർക്ക് ഒട്ടാക്കി കഴിഞ്ഞില്ല. അവർക്ക് എല്ലാവരുടെയും സഹായം വേണ്ടി വന്നു. പ്രിയമുള്ളവരെ, അത് ഈ വാക്യം ഒരു ഐക്യത്തിൻ്റെ വലിയ പാഠമാണ്. അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവാനുഭവം. മീനുകളുടെ പെരുപ്പ് ശിഷ്യന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അനുഭവമായി മാറി. ദൈവ അനുഭവം മനുഷ്യബുദ്ധിക്ക് അതീതമായപ്പോൾ അതിനെ പൂർണ്ണമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യപരിമിതികളെ മറികടക്കുന്നു എന്നുള്ള ചിന്തയാണ് കാണിക്കുന്നത്. മനുഷ്യനത് സ്വീകരിക്കാൻ പക്ഷെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അഗ്നിമയനെ ഇഗ്നാത്യോസ് പറയുകയാണ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് പറയുകയാണ്, സഭ ഒരുമിച്ച് വലവലിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യം സമൃദ്ധമാകും. മീനുകൾ വല്ലാതെ പെരുകിയപ്പോൾ ശിഷ്യന്മാർ പരസ്പരം സഹായിച്ചു. സഭയിൽ ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. ആ കടമകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ വല നിറയുന്നത്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ സഭയുടെ വലകൾ ഭദ്രമാകും. 35-ാമത്തെ ചിന്ത, 7-ാം വാക്യം, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ കീപ്പായോട്, പത്രോസിനോട്, ഇത് നമ്മുടെ കർത്താവാണല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് എന്ന് ശമോൻ കേട്ടപ്പോൾ ശമോൻ അവൻ്റെ കുപ്പായം എടുത്ത് അരയിൽ ചുറ്റി. എന്തെന്നാൽ അവൻ നഗ്നനായിരുന്നു. അവൻ കടലിലേക്ക് ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. മറ്റു ശിഷ്യന്മാർ പടകിൽ വന്നു. ഈ ചിന്തയിൽ 35-ാമത്തെ ചിന്തയിൽ പറയുകയാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇവിടെ കർത്താവിൻ്റെ വലത്തുഭാഗത്ത് സെബേദീപുത്രന്മാർ യോഹന്നാൻ സ്ലീഹയാണ് എഴുതി. യോഹന്നാൻ സ്ലീഹ സ്വന്തം പേര് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യന്മാർ, ഞാനെന്ന് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ പറയുക. കർത്താവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന യോഹന്നാൻ പിന്നീട് മാറ്റപ്പെടുന്നത് യേശുവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുന്ന ശിഷ്യൻ എന്ന രീതിയിലായി. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും ലോകത്തിൻ്റെ തെക്കിൽ തിരകൾക്കിടയിലും ലോകത്തിൻ്റെ കരകയറ്റത്തിനിടയിലും കർത്താവിനെ തിരിച്ചറിയാൻ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. ദൈവാനുഭവം എന്നത് ബുദ്ധിപരമായ ഒന്നല്ല, ഹൃദയപരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ സാന്നിധ്യം വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. യോഹന്നാൻ്റെ തിരിച്ചറിവ് വലിയ പാഠമാണ്. കർത്താവ് അരികിലുണ്ടായിട്ടും പലപ്പോഴും നാം അതിനെ അറിയുന്നില്ല. സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിരൽപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുള്ളൂ. സ്നേഹമാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചം യോഹന്നാനെ കർത്താവിലേക്ക് നയിച്ചു. സ്വർണ്ണനാവുകാരൻ വിശുദ്ധ ഇവാനിയോസ് പറയാണ്, സ്നേഹമുള്ള ഹൃദയം ദൈവത്തെ തിരിച്ചറിയും. വിശുദ്ധന് അപ്പുറം പറയാണ്, ദൈവം സ്നേഹിക്കുന്നവർക്കാണ് അവനെ വെളിപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് ഈ 35-ാമത്തെ ചിന്ത പറയുകയാണ്, സ്നേഹമുള്ള ശിഷ്യൻ യേശുവിനെ ഉള്ളിൽ തിരിച്ചറിയുകയാണ്. സ്നേഹം ആത്മീയ കണ്ണുകൾ തുറക്കുകയാണ്. അതിനാൽ ദൈവത്തെ തിരിച്ചറിയാൻ സ്നേഹം ആവശ്യമാണ്. സ്നേഹശിഷ്യൻ യേശുവിനെ തിരിച്ചറിഞ്ഞത് ഹൃദയബന്ധത്തിൻ്റെ ഫലമാണ്. ഇത് ആത്മീയ ജീവിതത്തിൽ ആഴം കാണിക്കുന്നു. സ്നേഹം ദൈവാനുഭവങ്ങളിലേക്കുള്ള വാതിലാണ്. ദൈവത്തെ തിരിച്ചറിയാൻ സ്നേഹമാണ്. വെറും ബുദ്ധി മാത്രം മതിയാകില്ല, ആത്മീയമായ ബന്ധമാണ്. ദൈവത്തെ തിരിച്ചറിയാൻ സ്നേഹം പ്രധാനമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അത് ആത്മീയ കണ്ണുകൾ തുറക്കുകയാണ്. വിശ്വാസവും സ്നേഹവും ചേർന്നാൽ ദൈവത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അതിനാൽ സ്നേഹത്തിൽ ജീവിക്കണം. ദൈവം സ്നേഹത്തിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 36-ാമത്തെ ചിന്ത, ശമോൻ പത്രോസ് നമ്മുടെ കർത്താവാണെന്ന് കേട്ടപ്പോൾ അവൻ കുപ്പായം എടുത്ത് അരയിൽ ചുറ്റിയിട്ട്, അവൻ നഗ്നനായിരുന്നു, കുപ്പായം എടുത്ത് അരയിൽ ചുറ്റിയിട്ട് കടലിലേക്ക് ചാടി യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. തള്ളിക്കളഞ്ഞ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ പത്രോസ് യേശുവിനെ തേടി വരികയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ ഇവാനിയോസ് പറയുന്നത്, പത്രോസിന്റെ സ്നേഹം അവന്റെ പാപത്തേക്കാൾ വലുതായിരുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവർ, യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മളെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിരിക്കണം. അതിൽ യുക്തി വേണ്ട, ഹൃദയത്തിന്റെ ആവേശം മതി. പത്രോസിനെ പോലെ യേശുവിൻ്റെ അടുത്തേക്ക് ഓടുക, കടലിൽ ചാടി. പത്രോസിന് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പടവിൽ നിന്ന് ചാടി.
വെള്ളത്തിലൂടെ നീന്തി യേശുവിൻ്റെ അടുത്തെത്താൻ അവൻ ആഗ്രഹിച്ചു. ഈ ചാട്ടം അവൻ്റെ അനുതാപത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് ഓടും, ചിലപ്പോൾ ചാടും. യുക്തിയുടെ ഭാഷ കൊണ്ട് അതിനെ അളക്കരുത്. പത്രോസ് തള്ളിപ്പറഞ്ഞവരാണ്, എങ്കിലും അവൻ ചാടി. നമ്മുടെ ഹൃദയം നമ്മുടെ പരാജയങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മളെ യേശുവിൻ്റെ അടുത്തേക്കുള്ള തടയണകളായി മാറരുത്. ആ പരാജയങ്ങളുടെ മധ്യത്തിലും യേശുവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. യേശുവിലേക്ക് ചാടുക, അവൻ നിങ്ങളെ സ്വീകരിക്കും. 37ാമത്തെ ചിന്ത, ദ ഗാർമെന്റ് ആൻഡ് ദ നേക്കഡ്നെസ്, പ്രിപ്പയറിംഗ് ടു മീറ്റ് ദ ലോർഡ്. കർത്താവിനെ കാണാൻ ഒരുങ്ങുകയാണ്. അവൻ നഗ്നനായിരുന്നു, അതുകൊണ്ട് അവൻ ഉടുക്കുകയാണ്. യേശുവിനെ കാണാൻ പോകുമ്പോൾ അവൻ്റെ ഉടുപ്പെടുത്ത് ധരിക്കുകയാണ്. ഇത് ബഹുമാനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ലക്ഷണമാണ്. നാം ദൈവം മുമ്പാകെ എത്തുമ്പോൾ യോഗ്യതയോടെ എത്തണം. ശരീരത്തിൻ്റെ മാന്യത ആത്മാവിൻ്റെ മാന്യതയെ പ്രതിഫലിക്കുന്നു എന്നാണ് കൈസരിയയിലെ ബസേലിയോസ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ കാണുവാനായിട്ട് പത്രോസ്ലീഹ നഗ്നതയോടെ അല്ല വന്നത്. ഇന്ന് ദേവാലയത്തിൽ വരുന്നത്, ദൈവികമായ കാര്യങ്ങൾക്ക് പോകുന്നത് മാന്യമായ വസ്ത്രം ധരിച്ചാണ്. പത്രോസ് നഗ്നനായിരുന്നു. അവൻ വസ്ത്രം ധരിച്ച് കർത്താവിനെ കാണാനായിട്ട്. അതുകൊണ്ടാണ് കൈസരിയയിലെ ബസേലിയോസ് പറയുന്നത്, ശരീരത്തിൻ്റെ മാന്യത ആത്മാവിൻ്റെ മാന്യതയെ പ്രതിഫലിക്കുന്നു. പത്രോസ് മത്സ്യബന്ധനാവസ്ഥയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റം പുറമേ മാത്രമല്ല, അകമേയും സംഭവിക്കുകയാണ്. അവൻ അകമേ മാത്രമല്ല, പുറമേ സംഭവിക്കുകയാണ്. അവൻ ശരീരം മുഴുവൻ മറയ്ക്കുകയാണ്, ഉടുപ്പ് ധരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടുപ്പ് ധരിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തെ കാണാൻ പോകുമ്പോൾ മനുഷ്യൻ തൻ്റെ അവസ്ഥ ശരിയാക്കണം. പുറമേ ശുദ്ധിയും അകമേ ശുദ്ധിയും ആവശ്യമാണ്. ദൈവസാന്നിധ്യം ശുദ്ധിയെ സൂചിപ്പിക്കുകയാണ്. കൈസരിയയിലെ ബസേലിയോസ് പറയുകയാണ്, ശരീരത്തിൻ്റെ മാന്യത ആത്മാവിൻ്റെ മാന്യതയെ പ്രതിഫലിപ്പിക്കുകയാണ്. സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുകയാണ്, പുറമേയുള്ള ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ അകമേയുള്ള മനുഷ്യനും പ്രകാശിക്കും, അകത്ത മനുഷ്യൻ പ്രകാശിക്കുമ്പോൾ പുറത്തെ ജീവിതം ക്രമപ്പെടും. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവസാന്നിധ്യത്തിന് മുമ്പ് ശരീരം വിനയത്താൽ അലങ്കരിക്കപ്പെടും. ഊർശലേമിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, പുറത്തെ ക്രമം ഉള്ളിലെ ആത്മീയ ക്രമത്തിന്റെ പ്രതിഫലമാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യൂസ് പറയുകയാണ്, ദൈവത്തെ കാണാൻ ശരീരം ഒരുക്കുന്ന ആത്മാവിന്റെ ഭക്തിയാണ്. ജോൺ ക്ലിമാക്കോസ് പറയുകയാണ്, ശരീരത്തിന്റെ ഭാവം ആത്മാവിന്റെ നിലയെ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധനായ അംബ്രോസ് പറയുകയാണ്, ശരീരത്തെ ആരാധനയ്ക്കായിട്ട് ഒരുക്കണം. മാക്സിമോസ് പറയുകയാണ്, പുറമേ കാണുന്ന ക്രമം ഉള്ളിലെ ക്രമത്തിന്റെ നിഴലാണ്. വിശുദ്ധ ഐറേനിയോസ് പറയുകയാണ്, ദൈവത്തിന് മുമ്പിൽ ശരീരവും ആത്മാവും ഒരുമിച്ച് നിൽക്കണം. അലക്സാന്ദ്രിയയിലെ ക്ലെമീസ് പറയുകയാണ്, വിശുദ്ധ ക്ലെമീസ് പറയുകയാണ്, വിനയമില്ലാത്ത ശരീരം ദൈവ സമീപത്ത് ശൂന്യമാണ്. തെയോദോർ പറയുകയാണ്, ദൈവത്തെ സമീപിക്കുന്നവൻ അകത്തും പുറത്തും ഒരുക്കപ്പെട്ടിരിക്കണം. പ്രിയമുള്ളവരെ, പത്രോസ് ശരീരം ഒരുക്കി കർത്താവിനെ കാണുവാൻ. നാം ശരീരം പുറമെ ഒരുക്കപ്പെടണം കർത്താവിനെ കാണുവാൻ. 38ാമത്തെ ചിന്ത, അത് കർത്താവാകുന്നെന്ന് ശിഷ്യന്മാർ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറയുകയാണ്, സത്യത്തിന്റെ സാക്ഷ്യം നൽകുകയാണ്. താൻ കണ്ടെത്തിയ സത്യം യോഹന്നാൻ തന്നിൽ ഒതുക്കി വെച്ചില്ല. അവൻ പത്രോസിനോടും മറ്റു ശിഷ്യന്മാരെല്ലാം പങ്കുവെക്കുകയാണ്. ഇതാണ് സഭയുടെ ദൗത്യം. കർത്താവിനെ കണ്ടുമുട്ടിയുള്ളത് മറ്റുള്ളവരോട് പറയണം. സാക്ഷി നൽകുക ശിഷ്യത്വത്തിന്റെ അഭിവാജ്യ ഘടകമാണ്. വിശുദ്ധനായ സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുകയാണ്, സത്യം കണ്ടെത്തുന്നവൻ അത് വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വിളക്ക് മറ്റൊരു വിളക്കിനെ കൊടുത്തുകയാണ്. സാക്ഷ്യം പറയുന്നവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. സത്യം തിരിച്ചറിയുന്നവനത് സമൂഹത്തിന് പങ്കുവെക്കണം. യേശു സത്യദൈവമാണ്. യേശു ഏകരക്ഷകനാണ്. രക്ഷ യേശുവിടെ, രക്ഷിക്കപ്പെടാൻ യേശുവിൻ്റെ നാമമാണ്. ആ ഒരു വലിയ സത്യം നാം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. നമ്മളത് പങ്കുവെക്കാതിരിക്കരുത്. കർത്താവ് തിരുവചനം പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കില്ലേ. സത്യം മൂടി വെച്ചാൽ വെളിച്ചം വരില്ല. ഒരുമിച്ചുള്ള സാക്ഷ്യം ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് യേശു ദൈവമാണെന്നുള്ള വലിയ സത്യം നാം മറ്റുള്ളവരോട് പങ്കുവെക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നത്. 39ാമത്തെ ചിന്ത, ലീപ്പ് ഓഫ് ഫെയ്ത്ത്, കടലിലേക്ക് ചാടുന്ന സാഹസികത. യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിൻ്റെ അടുത്തേക്ക് ഓടുവാൻ സുരക്ഷിതമായ വഞ്ചി ഉപേക്ഷിച്ച് അനിശ്ചിതത്വമായ കടലിലേക്ക്, കാറ്റും കോളുമുള്ള കടലിലേക്ക് പത്രോസ് ചാടുകയാണ്. പത്രോസ് കടലിലേക്ക് ചാടിയത് ലോകത്തെ ഉപേക്ഷിക്കാനാണ്. കർത്താവാണ് അവൻ്റെ ഏക ലക്ഷ്യം. ഇതാണ് വിശുദ്ധ ജെറോം പറയുന്നത്. കടലിലേക്ക് ചാടുന്ന സാഹസികത.
പ്രിയമുള്ളവരെ, ആഴമറിയാതെയാണ് പത്രോസ് ചാടുന്നത്. പക്ഷെ ദൈവം താങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം ആയതുകൊണ്ട് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ചില ചാട്ടങ്ങൾ, ചില സാഹസികതകൾ ആവശ്യമാണ്. ചില ലോകസുഖങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് ചാടുവാനായിട്ട് ചില കാറ്റും കോണുമുള്ള കടലിലേക്ക് ചാടേണ്ടിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്തുവാനായിട്ട്. പക്ഷെ അവിടെ നമ്മൾ മുങ്ങിപ്പോവുകയില്ല. നമ്മുടെ സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. കടൽ അപകടകാരിയാണെന്ന് പത്രോസിന് അറിയാമായിരുന്നു. എന്നിരുന്നാൽ തന്നെ കർത്താവിലേക്ക് എത്താൻ അവൻ അതിന് തയ്യാറായി. വിശ്വാസം സാഹസികതയിലൂടെ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ചില സാഹസികത നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. അത് കർത്താവിലേക്കുള്ള ചവിട്ടിൽ. അവിടെ ഒന്നും നമ്മൾ തകർന്നു പോകില്ല, അവിടെ ഒന്നും മുങ്ങിപ്പോകില്ല. കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തും. 40-ാമത്തെ ചിന്ത, റിട്ടേൺ ടു റിപ്പൻഡൻസ്, പശ്ചാത്താപത്തിന്റെ മടക്കം. പത്രോസ് കർത്താവിലേക്ക് നീന്തി ചെല്ലുകയാണ്. ഒരിക്കൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പോൾ അവനിലേക്ക് പാഞ്ഞെല്ലുകയാണ്. വീഴ്ചകൾക്ക് ശേഷം ദൈവത്തിലേക്ക് തിരികെ വരാനുള്ള ആഗ്രഹമാണ്. സഭാപിതാവായ വിശുദ്ധ അപ്രയം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു എക്സ്പ്ലനേഷൻ, വിവരണം നൽകുന്നുണ്ട്. പത്രോസിന്റെ കണ്ണുനീർ കടൽ വെള്ളത്തിൽ കലർന്നു. അവന്റെ നീന്തൽ ഒരു പ്രായശ്ചിത്തമായിരുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, പത്രോസ് തന്റെ പഴയ വീഴ്ചകൾ ഓർക്കാതെ കർത്താവിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് അവനിലേക്ക് ഓടിയെത്തുകയാണ്, നീന്തിക്കിടക്കുകയാണ്. പരാജയങ്ങൾ തളരാതെ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ദൈവം എപ്പോഴും നമ്മെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 41-ാമത്തെ ചിന്ത, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഡ്, വേഗതയുടെ പ്രാധാന്യം. പത്രോസ് മറ്റുള്ളവർക്ക് മുമ്പേ തീരത്തെത്തുകയാണ്. നന്മ ചെയ്യുന്നതിന്, ദൈവത്തെ കാണുന്നതിനൊരു വേഗത ആവശ്യമാണ്. നാളെ ആകട്ടെ എന്ന് കരുതി വെക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നടക്കാറില്ല. വിശുദ്ധനായ ഇഗ്നാത്യോസ് പറയുകയാണ്, ദൈവവിളി കേട്ടാൽ ഉടൻ പ്രവർത്തിക്കുക, സമയം വിലപ്പെട്ടതാണ്. വൈകി ഓടുന്നവൻ വണ്ടി പിടിക്കില്ല എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ആത്മീയയാത്രയിൽ അലസത പാടില്ല. പത്രോസ് മറ്റുള്ളവർ വരുന്നവരെ അവൻ കാത്തുനിന്നില്ല. ഓരോ വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം സവിശേഷമാണ്. ദൈവവഴിയിലേക്ക് ഓടുക, നടക്കുകയല്ല വേണ്ടത്, ഓടണം. കർത്താവിനെ കാണുവാൻ പത്രോസ് ഓടിപ്പോയി, ഓടി നീന്തി കടന്നു. നമ്മളതുപോലെ ചടലതയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മറ്റുള്ളവരെ ആരെയും നോക്കാതെ നമ്മൾ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുത്തു വരണം, ഓടി വരണം. അതാണ് ഈ ചിന്ത നമ്മളോട് 41-ാമത്തെ ചിന്ത നമ്മളെ ഓർപ്പിക്കുന്നത്. പത്രോസ് ആ തിരമാലകളൊക്കെ അതിജീവിച്ച് നീന്തിയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുകയാണ്. ലോകമാകുന്ന സമുദ്രത്തിൽ പരീക്ഷ ഉണ്ടാകും, പക്ഷെ ലക്ഷ്യം കർത്താവാണെങ്കിൽ നമുക്ക് നീന്തിക്കറാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധനായ സിപ്രിയൻ പറയുന്നത്, ലോകം കടലാണ്, സഭ വഞ്ചിയാണ്, ക്രിസ്തു തീരമാണ്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുക. കൂരിൽ താഴ്വരയിൽ നടന്നാൽ ഞങ്ങൾ അനർത്ഥവും ഭയപ്പെടുകയില്ല. വിശ്വാസത്താൽ അവർ കടൽ കടക്കുകയാണ്. കടൽ കടന്നാൽ മാത്രം പോരാ, തീരത്തെത്തണം, ക്രിസ്തുവിൻ്റെ അടുത്തെത്തണം. പത്രോസ് അങ്ങനെ ചെയ്തു. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അതുപോലെ നമുക്കും കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരാം. 42-ാമത്തെ ചിന്ത, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ മറ്റ് ശിഷ്യന്മാര് പത്രോസിനൊപ്പം ഓടിയെങ്കിൽ അവര് ആ പടകിലിരിക്കുകയായിരുന്നു. കാരണം അവരുടെ വലിയ മത്സ്യം കൂടി എടുത്തുകൊണ്ട് വരണം. കർത്താവ് നൽകിയിരിക്കുന്ന വന്ന് കർത്താവിനെ കണ്ടു. പക്ഷെ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ തള്ളിക്കളയാതെ അവർ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിശുദ്ധനായ സ്വർണ്ണനാവ റീവനസ് പറയുകയാണ്, കൃപ ലഭിച്ചാൽ മാത്രം പോരാ, അത് കാത്തു സൂക്ഷിക്കാനുള്ള അധ്വാനം കൂടി വേണം. അംബ്രോസ് പറയുകയാണ്, ചിലർ സ്നേഹം കൊണ്ട് ഓടുന്നു, ചിലർ വിശ്വസ്ത കൊണ്ട് തൊഴുന്നു, രണ്ടു കൂട്ടരും എത്തുന്നത് ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ്. അവർ 200 മുഴം മാത്രമായിരുന്നു ദൂരത്തെ അതിജീവിക്കുന്ന ഒരു പ്രത്യാശ. 200 മുഴം എന്നത് വലിയൊരു ദൂരമല്ലെങ്കിലും ആ നിമിഷം അവർക്കത് വലുതായി തോന്നിയിട്ടുണ്ടാക്കാം. ലക്ഷ്യസ്ഥാനം അടുത്തെത്തി എന്ന തിരിച്ചറിവ് അവർ കൂടുതൽ ഊർജ്ജം നൽകി. പ്രിയമുള്ളവരെ, തീരത്തോട് അടുക്കും തോറും തിരമാലകളുടെ ശക്തി കുറയുന്നു. ദൈവത്തോട് അടുക്കുമ്പോൾ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും. വിശുദ്ധ കുറിലോസ് പറയുക. ആ മറ്റ് ശിഷ്യന്മാര് വല വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ആവേശം കൊണ്ട് പത്രോസിനെ പോലെ എല്ലാവരും കടൽ ചാടിയത് ഇനിയും നഷ്ടപ്പെടുകയെന്ന്. വൈകാരികതയും വിവേകവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ആത്മീയ ജീവിതത്തിന് വേണ്ടത്. ഓരോരുത്തരും താങ്കൾക്കായി ദൈവം നിശ്ചയിച്ച രീതിയിൽ അവനെ സമീപിക്കണം. കൈസരയിലെ ബസേലിയോസ് പറയുകയാണ്, വിവേകം ആത്മാവിന്റെ കണ്ണാണ്. അത് ഓരോരുത്തർക്കും ഓരോ വഴി കാണിച്ചു കൊടുക്കും. മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുക. പതുക്കെയാണെങ്കിലും വിശ്വസ്തയോടെ തീരത്തെത്തുന്നവരെ കർത്താവ് സ്വീകരിക്കും. കർത്താവ് എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. 43-ാമത്തെ ചിന്ത, ഈ പടകിൽ നിന്ന് ശിഷ്യന്മാരും പത്രോസും കടന്നു വരുന്നത് 2 രീതിയിലാണ്. ഒരാൾ നീന്തി കിടക്കുകയാണ്, മറ്റുള്ളവർ തുഴഞ്ഞു വരികയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഈ തിരമാലകൾ അതിജീവിച്ച് വേണം കരയിലേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്.
കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് നമ്മെ വേർതിരിക്കുന്ന ചില വെള്ളങ്ങളെ, ചില കാറ്റും കോളുമുള്ള വെള്ളങ്ങളെ മറികടക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്വീകരിക്കാൻ അത് എളുപ്പമല്ല. അതിന് ചില വെള്ളങ്ങളെ മറികടക്കേണ്ടതുണ്ട്. ചില തിരമാലകളുണ്ട്. ആ തിരമാലകളെ അതിജീവിച്ച് ചിലർക്ക് നീന്തി കിടക്കാൻ സാധിക്കും, ചിലർക്ക് തുഴഞ്ഞു വരാൻ സാധിക്കും. എങ്ങനെയെങ്കിലും ഏതവസ്ഥ സ്വീകരിച്ചാലും അവർ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അതുപോലെ ആയിരിക്കണം. ചില തടസ്സങ്ങളെ, ചില പ്രതിസന്ധികളെ, ചില ബുദ്ധിമുട്ടുകളെ, ചില ആഗ്രഹങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് വേണം നാം കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ നോമ്പ് നോക്കും, നമ്മുടെ ഭക്ഷണത്തെ, ശാരീരിക മാനസിക സുഖങ്ങളൊക്കെ വിടിഞ്ഞ് കർത്താവിനെ കൂടുതൽ സ്വീകരിക്കുന്നു, കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തു വരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തണുപ്പത്തൊക്കെ നമ്മുടെ ചിലർ പള്ളിയിൽ പോകുന്ന ചില രാജ്യങ്ങളിലുള്ളവരുണ്ട്. കർത്താവിനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മളെ വേർതിരിക്കുന്ന ചില വെള്ളങ്ങളെ മറികടക്കേണ്ടതുണ്ട്. പത്രോസ് അത് നീന്തിക്കടന്നു, മറ്റു ശിഷ്യന്മാർ അത് തുഴഞ്ഞു കയറി. എന്നിട്ട് തന്നെ അവർ കർത്താവിനെ കണ്ടെത്തി. നമ്മൾ ഏതു വിധേനയും കർത്താവിനെ കണ്ടെത്തുവാൻ, നമ്മുടെ വേർതിരിക്കുന്ന ചില തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് കർത്താവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. 44-ാമത്തെ ചിന്ത, ആ ശിഷ്യന്മാര്, പത്രോസ് നേരെ നീന്തിപ്പോയി, മറ്റ് ശിഷ്യന്മാർ ആ വല വലിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് നമുക്ക് മുമ്പത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുക. വല വലിക്കാൻ പാടില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് നിറഞ്ഞ മത്സ്യങ്ങളായത്. അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട്, കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് ചില ഭാരങ്ങളും പേറിക്കൊണ്ടാണ്, ചില സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുമായിട്ടാണ് ചില കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. വിശുദ്ധനായ സ്വർണ്ണനാവ് യുവാനിയോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ചിലപ്പോൾ നമുക്ക് വഹിക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. ചില ഭാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ചില ഭാരങ്ങളുണ്ട്, നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്, സഹിക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എത്ര പ്രയാസങ്ങളും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം തീരത്ത്, കാറ്റും കോളുമുള്ള കടലിൽ തീരത്ത് എത്തുമെന്നുള്ള പ്രത്യാശ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. ആ ഭാരങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും, നിന്റെ നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ആ വലകളും വെച്ചുകൊണ്ട് നിനക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ അടുത്തു വരുന്നെങ്കിൽ കർത്താവിനെ നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കും. 44-ാമത്തെ ചിന്ത, അവരാ ചെറിയ പടവും വലിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് അസാധാരണമായിരുന്നു. സാധാരണ ഒരു ചെറിയ പടവിന് ഇത്രയധികം മീൻ വഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ശേഷി അതിശയിക്കുന്നു. നമ്മുടെ പരിമിതികൾക്കിടയിലും ദൈവം വലുതായി പ്രവർത്തിക്കുന്നു. സ്വർണ്ണനാവാർ യുവാനിയോസ് പറയുന്ന, ദൈവം നമ്മുടെ ചെറുമയിൽ തൻ്റെ വലിപ്പം കാണിക്കുന്നു. 40-ാമത്തെ ചിന്ത ഇതാണ്, ദ സ്മോൾ ബോട്ട് ആൻഡ് ദ ലാർജ് ക്യാച്ച്. ചെറിയ പടവും വലിയ മത്സ്യങ്ങളും. നമ്മുടെ പരിമിതികൾ ദൈവത്തിൻ്റെ പ്രവർത്തി തടയുന്നില്ല. അവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ചെറുതരങ്ങളെ മറികടക്കും. വിനയത്തോടെ അവനെ ആശ്രയിക്കുക. ആ പടവ് ചെറുതായിരുന്നു, അതിൽ ഇത്രയധികം മീൻ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, എങ്കിലും ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. നമ്മുടെ ഇല്ലായ്മയിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചെറുതായിരിക്കാം, നിന്റെ കഴിവുകൾ പരിമിതമായിരിക്കാം, നിന്റെ കുടുംബ പശ്ചാത്തലം മോശമായിരിക്കാം. എന്നാൽ ദൈവം ചെറിയ പടവുകളിൽ വലിയ അനുഗ്രഹങ്ങൾ നിറയ്ക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുമയോർത്ത് ഭയപ്പെടേണ്ട. നിങ്ങളുടെ പടവ് കർത്താവിന് സമർപ്പിക്കുക. അവൻ അതിനെ അനുഗ്രഹത്തിൻ്റെ കലവറയാക്കി മാറ്റും. വിനയം നിങ്ങളുടെ ശക്തിയാകട്ടെ. 45-ാമത്തെ ചിന്ത, അവർ കരയ്ക്കെത്തിയപ്പോൾ തീക്കൽ കൂട്ടിയിരിക്കുന്നതായും മത്സ്യം അതിന്മേൽ വെക്കപ്പെട്ടിരിക്കുന്നതായും അപ്പവും അവർ കണ്ടു. ക്ഷീണിച്ചു വരുന്ന ശിഷ്യന്മാർക്കായ കർത്താവ് എന്ന ആഹാരം ഒരുക്കിയിരിക്കുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നവരാണ്. നാം അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യമായത് അവൻ ഒരുക്കി വയ്ക്കുന്നു. കർത്താവ് വെറും ഒരു അത്ഭുത പ്രവർത്തനം, മറിച്ച് സ്നേഹത്തോടെ കരുതുന്ന ആതിഥേയനാണ്. യുവാനിയോസ് പറയുകയാണ്, സ്വർണ്ണനാവ് യുവാനിയോസ് പറയുകയാണ്, ശിഷ്യന്മാർ വരുന്നത് വരെ കർത്താവ് വെറുതെ നിന്നില്ല. അവൻ അവർക്കായി തീയും ആഹാരവും ഒരുക്കി. ഇത് സ്വർഗീയ പിതാവിൻ്റെ കരുതലിൻ്റെ അടയാളമാണ്. തിരുവചനം പറയുകയാണ്, അവൻ ഘോര വൈദികളുടെ നടുവിൽ മേശ നമുക്കൊരുക്കുന്നു. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, നാം വരുന്ന മുമ്പേ കർത്താവിൻ്റെ കൃപ എത്തിയിരിക്കുന്നു. ചോദിക്കും മുമ്പേ ഞാൻ ഉത്തരം നൽകുക. യെശയ്യാ 65-ാമത്തെ കാണാൻ സാധിക്കും. ഘോര വൈരികളുടെ മരുഭൂമിയിൽ അവൻ മേശ ഒരുക്കുന്നു. സംഗീതം 78-ാമത്തെ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ യേശു നമുക്കായി ഒരുക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസത്തിൻ്റെ കരയിൽ അവൻ കാത്തിരിക്കുന്നുണ്ട്. അവനെ നാം സ്വീകരിക്കുക.
യേശു നമ്മുടെ പ്രയാസങ്ങൾക്ക് നടുവിൽ കർത്താവ് തീ കൊളുത്തി ഭക്ഷണമുണ്ടാക്കി നമ്മുടെ വേണ്ടി ക്ഷീണം മാറ്റുവാൻ കാത്തിരിക്കുന്നുണ്ട്. കരയ്ക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരിക, അവൻ നമ്മെ കാത്തിരിക്കുകയാണ്. 46-ാമത്തെ ചിന്ത, ദ ചാർക്കോൾ ഫയർ ആൻഡ് റിമംബറൻസ്. കനൽക്കൂട്ടവും ഓർമ്മപ്പെടുത്തൽ. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ദൈവം അപ്പം ചുട്ടു നൽകിയ ഒരു കനൽക്കൂട്ടത്തിലാണ്. അതുപോലെ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു കനൽക്കൂട്ടത്തിന്റെ അരികിൽ നിന്നാണ്. ഇവിടെ യേശു കനൽക്കൂട്ടം ഒരുക്കിയത് പത്രോസിനെ ശിക്ഷിക്കല്ല, മറിച്ച് അവനെ സൗഖ്യമാക്കാനാണ്. ഓരോ കനലും ദൈവസ്നേഹത്തിന്റെ ചൂടായി മാറുന്നു. അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നുണ്ട്, കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധൻ, പഴയ വീഴ്ചകളുടെ ഓർമ്മകൾക്ക് മീതെ കർത്താവ് പുതിയ സ്നേഹത്തിന്റെ കനലുകൾ വീരിക്കുന്നു. ഇത് പാപമോചനത്തിന്റെ ചൂടാണ്. കനൽക്കൂട്ടം പത്രോസിന് വീഴ്ച നടന്ന സ്ഥലത്തെയും യേശു നിഷേധിച്ച നിമിഷം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ അതേ അടയാളം അവന്റെ പുനഃസ്ഥാപനത്തിനായിരിക്കുന്നു. ദൈവം നമ്മുടെ പഴയ വീഴ്ചകളെ പോലും ഒതുക്കത്തിന് വേദിയാക്കുന്നു. കനൽക്കൂട്ട ഓർമ്മയും കൃപയും ഒന്നിക്കുന്ന സ്ഥലമാണ്. 47-ാമത്തെ ചിന്ത, വിശപ്പിൽ നിന്ന് നിറവറിലേക്ക്, ദ ഹങ്കർ ടു ഫുൾഫിൽമെന്റ്. ശിശുമാരെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർ വിശന്നിരിക്കുന്നുണ്ട് വെള്ളത്തിൽ നിന്ന്. അവിടെ അവർ വിശന്നിരിക്കുന്ന സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ വിശപ്പോടെ കാത്തിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇത് ആത്മീയമായി ദൈവം മനുഷ്യൻ്റെ ശൂന്യതയെ നിറയ്ക്കുന്നവനാണെന്ന് കാണിക്കുകയാണ്. മനുഷ്യൻ്റെ പരിശ്രമം അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഒരുക്കം ആരംഭിക്കുന്ന വിശപ്പ് ദൈവത്തിൻ്റെ സമൃദ്ധിയായി മാറും. കനൽക്കൂട്ടം, മീൻ, അപ്പം എന്നിവ വളരെ ലളിതമായ ദൃശ്യങ്ങളാണ്. അതിനാൽ ഇതിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുകയാണ്. ദൈവം എല്ലായ്പ്പോഴും വലിയ അത്ഭുതങ്ങൾ ലളിതമായ രൂപത്തിൽ ചെയ്യുകയാണ്. ലാളിത്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമാവുകയാണ്. 48-ാമത്തെ ചിന്ത, ഗ്രേസ് ബിഫോർ ലാഭ. അധ്വാനത്തിന് മുമ്പേ ഉള്ള കൃപ. ശിശുമാർ മീൻ പിടിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പേ കരയിൽ മീനുണ്ടായിരുന്നു. നമ്മുടെ പ്രയത്നം കൊണ്ടല്ല കർത്താവ് സമൃദ്ധി നൽകുന്നത്, അവൻ്റെ കൃപ കൊണ്ടാണ്. ശിശുമാർ പിടിച്ച മീനുകൾ വഞ്ചിയിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പക്കൽ അതിനു മുമ്പേ ആഹാരമല്ല. നമ്മുടെ അധ്വാനമല്ല, ദൈവത്തിൻ്റെ കരുതലാണ് ഉറവിടം. കർത്താവാണ് യഥാർത്ഥ ദാതാവ്. വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, അലക്സാന്ദ്രിയയിലെ, നമ്മുടെ കൈകളിൽ ഒന്നുമില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ കൈകൾ നിറഞ്ഞിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കയ്യിലെ ഒന്നുമില്ലാതിരിക്കുമ്പോഴും കർത്താവിത കരൽമേൽ ചുട്ട മീനും അപ്പവുമായിട്ട് അവിടെ നമ്മെ കാത്തിരിക്കുന്നു. 49-ാമത്തെ ചിന്ത, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിൽ മീനുണ്ടായിരുന്നു, അപ്പവും ഉണ്ടായിരുന്നു. അപ്പവും മീനും വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ തന്നെ ശരീരം രക്തമാകുന്ന ആത്മീയ ഭോജനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഇവിടെ വെളിപ്പെടുകയാണ്. വിശുദ്ധനായ അംബ്രോസ് പറയുകയാണ്, ഈ മേശ സ്വർഗീയ വിരുന്നിൻ്റെ ഭൂമിയിലെ അടയാളമാണ്. വിശുദ്ധക്കുന്ന ആത്മാക്കൾക്ക് ഇവിടെ തൃപ്തി ലഭിക്കും. ഇതാ, ഇന്നു മുതൽ നിങ്ങൾ ഈ കുർബാന ഐക്യത്തിൽ ഒരുമിച്ച് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ പോകുവാനായിട്ട് ശിഷ്യന്മാരെ മാടി വിളിക്കുകയാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. 50-ാമത്തെ ചിന്ത, ദ പ്രസൻസ് ഓഫ് പ്രൊവൈഡിങ് ലൈറ്റ് ആൻഡ് വാം. വെളിച്ചവും ചൂടും നൽകുന്ന സാന്നിധ്യം. പ്രഭാതത്തിൽ രാത്രി മുഴുവൻ തണുത്ത് വിറച്ചിരിക്കുന്ന ഇവർ രാവിലെ വിശപ്പുണ്ട്. രാവിലത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ കനലൊരുക്കി ചൂടൊരുക്കുന്ന ഒരു കർത്താവിനെ കാണാൻ സാധിക്കും. വെളിച്ചവും ചൂട് നൽകുന്നു. ജീവിതത്തിൻ്റെ തണുത്തുറഞ്ഞു പോകുന്ന നമ്മുടെ ഹൃദയങ്ങളെ ദൈവസാന്നിധ്യം ചൂട് പിടിപ്പിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. മശിഹ ലോകത്തിൻ്റെ സൂര്യനാണ്. വിശുദ്ധ അപ്രയം പറയുകയാണ്, മശിഹ ലോകത്തിൻ്റെ സൂര്യനാണ്. അവൻ്റെ കല്ലുകൾ ആത്മാവിൻ്റെ തണുപ്പ് മാറ്റും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, നിന്റെ ദുഃഖങ്ങളുടെ അവസ്ഥകളിൽ, നിന്റെ പ്രയാസങ്ങളുടെ അവസ്ഥയിൽ നീ തണുത്തുറഞ്ഞു പോയൊരു വ്യക്തിയാണോ? കർത്താവിത കനലമായി ചൂടുമായി നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നിന്റെ തണുത്തുറഞ്ഞ അവസ്ഥകളെ ചൂട് പിടിപ്പിക്കാൻ അവന് സാധിക്കും. അവങ്കിലേക്ക് നീ മടങ്ങി വരിക. 51-ാമത്തെ ചിന്ത, മെസ്സേജ് ഓഫ് ദ ന്യൂ ഡാൺ. പുതിയ പ്രഭാതത്തിൻ്റെ സന്ദേശം. കരയിലെ കാഴ്ച ഒരു പുതിയ തുടക്കത്തിൻ്റെതാണ്. കടലിൽ അവർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ദുഃഖവും ദുരിതങ്ങളൊക്കെ ആയിരുന്നു. മോശമായ കാലാവസ്ഥ, വിശപ്പ്, കാറ്റും കോളും ഉണ്ടാകുന്ന പടക ആടി ഉലയുന്നു. ഒരു മീനും പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പ്രതിസന്ധി മാത്രമായിരുന്നു. പഴയ പരാജയങ്ങൾ കടലിൽ അവസാനിക്കുകയാണ്. ഇതാ കരയിൽ പുതിയൊരു ജീവിതം അവർ കണ്ടെത്തുകയാണ്. പുതിയ ജീവിതം അവർ ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ അരികിൽ ഓരോ പ്രഭാതവും പുതിയ ജീവിതമാണ്. പശ്ചാത്താപത്തോടെ വരുന്നവർക്ക് കർത്താവ് ഒരു പുതിയ വിരുന്ന് നൽകുന്നു.
കരയിലെ കനൽക്കൂട്ടം സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ സ്നേഹ വിരുന്നിൽ നമുക്ക് പങ്കുചേരാം. 52ാമത്തെ ചിന്ത അവിടെ പറയുകയാണ്, 10ാമത്തെ വാക്യത്തിൽ, യേശുവരോട് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറയുകയാണ്. യേശു ശിഷ്യന്മാരുടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയെന്നതായിട്ട് കാണാൻ സാധിക്കും. കർത്താവുമായി നമ്മളുടെ അധ്വാനങ്ങളെ പങ്കുവയ്ക്കുക, അത് ഈ 52ാമത്തെ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പിടിച്ച മീനിൽ അവനും ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിജയങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നാം അധ്വാനിച്ചതെല്ലാം അവന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവനതിനെ അനുഗ്രഹിക്കുന്നു. വിശുദ്ധനായ ഈവാനിയോസ് ഇതിനെ കുറിച്ച് വളരെ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ദൈവം നിന്റെ അധ്വാനത്തിൻ്റെ ഫലം ചോദിക്കുന്നു. അത് അവന് ആവശ്യമുള്ളത് കൊണ്ടല്ല, നിനക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ കൽപ്പനയുണ്ട്, നിന്റെ വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങൾ കൊണ്ടുവരിക, നിങ്ങളുടെ ദാനങ്ങൾ യാഗപീഠത്തിൽ കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, നമ്മുടെ അധ്വാനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ അധ്വാന ഫലങ്ങളിൽ ലഭിച്ച നമ്മുടെ സമ്പത്തുകൾ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാൻ സാധിക്കുന്നു. ദരിദ്രനെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്, ദേവാലയത്തെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്. നമ്മൾ അധ്വാനിച്ച് നേടിയത് നമ്മുടെ ജോലിയുടെ ഫലം, കുടുംബത്തിൻ്റെ അനുഗ്രഹം, ബിസിനസ്സിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം ദൈവത്തിനു വേണ്ടി നമുക്കൊരു ഭാഗം മാറ്റിവെക്കാൻ സാധിക്കണം. അതാണ് കർത്താവ്. കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മീനുകളൊന്നും വേണ്ടായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ അവർക്ക് വേണ്ടി കനലിന്മേൽ ചുട്ട മീൻ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ പിടിച്ചതിനെ കൊണ്ടുവരാൻ ഓർമ്മിപ്പിക്കുകയാണ്. 53ാമത്തെ ചിന്ത, അധ്വാനത്തെ അംഗീകരിക്കുന്ന ദൈവം. ഗോഡ് റെക്കഗ്നൈസിങ് ഹ്യൂമൻ ലേബർ. യേശു ശിഷ്യന്മാരുടെ അധ്വാനത്തെ തിരസ്കരിച്ചില്ല. യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാതെ അവന് തന്നെ മത്സ്യം ചുട്ടുകൊടുക്കാമായിരുന്നു. അവരുടെ കഠിനാധ്വാനത്തെ കർത്താവ് ബഹുമാനിക്കുകയാണ്. നമ്മുടെ ഓരോ വിയർപ്പും ദൈവം കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് നാം ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾ പോലും കർത്താവിന് മുമ്പിൽ വിലയുള്ളതാണ്. അതുകൊണ്ടാണ് സ്വർണ്ണനാഗവാൻ ഈവാനിയോസ് പറയുന്നത്, തൻ്റെ മക്കളുടെ കൈപുണ്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പിതാവിനെ പോലെയാണ് യേശു ക്രിസ്തു ഇവിടെ പെരുമാറുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അധ്വാന ഫലങ്ങളെയെല്ലാം സ്വീകരിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ അധ്വാന ഫലങ്ങളെയും തൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്, തൻ്റെ പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടുകയാണ്. കർത്താവ് അങ്ങനെയാണ്, ആരെയും തള്ളിക്കളയുന്നില്ല, എല്ലാവരെയും അണച്ചു പിടിക്കുന്നു. 54ാമത്തെ ചിന്ത അതിനോട് ചേർന്നിരുന്ന് പറയുകയാണ്, ഈ മീനുകളെ കൊണ്ടുവരാൻ പറയുമ്പോൾ സ്പിരിച്വൽ ഹാർവെസ്റ്റ്, ആത്മാവ് വിളവെടുപ്പ് നടത്തുകയാണ്. ലോകമാകുന്ന കടലിൽ നിന്ന് പിടിച്ച ആത്മാക്കളെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ഇതൊരു സുവിശേഷ സന്ദേശമാണ്. ശിഷ്യന്മാർ മനുഷ്യരെ പിടിക്കുന്നവരാകയാൽ വിളിക്കപ്പെട്ടവരാണ്. ലോകത്തിൽ നിന്ന് അവർ നേടിയെടുത്ത ഓരോ ആത്മാവിനെയും കർത്താവിൻ്റെ വിരുന്നിലേക്ക് അവർ കൊണ്ടുവരേണ്ടതുണ്ട്. ന്യായവിധിയുടെ നാളിൽ നാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട വിളവെടുപ്പാണിത്. നമ്മുടെ അധ്വാന ഫലം കർത്താവിന് സമർപ്പിക്കുമ്പോൾ അതൊരു വെറും ഭക്ഷണമല്ല, മറിച്ചൊരു ആരാധനയായി മാറുന്നു. കർത്താവ് നിർദ്ദേശമനുസരിച്ച് നമ്മുടെ മീനുകൾ നമുക്ക് കർത്താവ് നൽകാം. ഇത് വലിയൊരു സ്വർഗീയ വിരുന്നിന് കാരണമാകും. ഇവിടെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ എത്ര പേരെ പിടിച്ചിട്ടുണ്ട്, എത്ര മീനുകൾ പിടിച്ചിട്ടുണ്ട്? ഈ ലോകത്തിൽ പാപത്തിൽ കിടന്ന മീനുകളെ, മ്ലേച്ഛതയിൽ കിടന്ന മീനുകളെ, ക്രിസ്തുവിനെ അറിയാതെ കിടന്ന മീനുകളെ, ഈ കാറ്റും കോളുമുണ്ടാകുന്ന ഈ കടലിൽ അനേകം മീനുകളുണ്ട്. അവയെ പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ഈ 54ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 55ാമത്തെ ചിന്ത, ശിഷ്യന്മാരുടെ ആ രാവിലത്തെ ഭക്ഷണം ആരോടൊപ്പമായിരുന്നു? അത് കർത്താവിനോടൊപ്പമായിരുന്നു അവരുടെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. പ്രയോറിറ്റൈസിങ് ഗോഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഡേ. ദിവസത്തിൻ്റെ ആരംഭം കർത്താവിനോടൊപ്പം. പ്രാതൽ മുതൽ ആദ്യ ഭക്ഷണം ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതുവരെ കർത്താവിനോട് ചേർന്ന് നിന്നാണ്. പ്രഭാതത്തിൽ യേശുവിനോടുള്ള സമയം ആത്മാവിനെ പോഷിപ്പിക്കുന്നു. ദിനം ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവിനോടൊപ്പമായിരിക്കണം. ഒരു ദിവസം ആരംഭിക്കുന്ന കർത്താവിനോടൊപ്പമായിരിക്കണം. നമ്മുടെ തീരുമാനങ്ങളെ അത് ശരിയാക്കുന്നു. നമ്മുടെ അധ്വാന ഫലങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ വയ്ക്കുമ്പോൾ അത് ആ ദിവസം അനുഗ്രഹമായി മാറും. പ്രിയമുള്ളവരെ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നമ്മളും അങ്ങനെ ആയിരിക്കും. 56ാമത്തെ ചിന്ത,
ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുവിൻ എന്ന് പറയുകയാണ്. യേശുവിൻ്റെ നിർദ്ദേശം തുടർച്ചയായ അനുസരണം ആവശ്യപ്പെടുകയാണ്. അവർ മീൻ പിടിച്ചതിന് ശേഷം പോകാനല്ല പറഞ്ഞത്, കൊണ്ടുവരാൻ പറയുകയാണ്. അനുസരണം പൂർത്തിയാകുമ്പോഴാണ് അനുഗ്രഹം പൂർണ്ണമാകുന്നത്. ഈ വചനം അനുസരണത്തിൻ്റെ തുടർച്ചയായി കാണിക്കുകയാണ്. ദൈവവാക്ക് കേൾക്കുന്നതിൽ മാത്രം മതിയാകല്ല, അത് പൂർത്തീകരിക്കണം. ശിഷ്യന്മാർ അത് ചെയ്തു. വിശുദ്ധനായ കൈസരിയയിലെ ബസേലിയോസ് പറയുകയാണ്, അനുസരണം അവസാനമല്ല, അത് തുടർച്ചയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ നിർദ്ദേശം അവസാനിപ്പിക്കരുത്, അത് പൂർണ്ണമായി അനുസരിക്കണം. വിശ്വാസം പ്രവർത്തനങ്ങളോട് തെളിയിക്കണം. ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് പാലിച്ചു, അത് അവരുടെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി. അനുസരണം ജീവിത ശൈലിയാക്കണം. അനുസരണം തുടർച്ചയായിരിക്കണം. ദൈവവാക്ക് അനുസരിക്കണം, ദൈവവാക്ക് പാലിക്കണം. അത് ആത്മീയ വിജയത്തിലേക്ക് നയിക്കും. വിശ്വാസം പ്രവർത്തനങ്ങളിലൂടെ കാണിക്കണം. ദൈവം അതിലൂടെ പ്രവർത്തിക്കും. ആയതുകൊണ്ട് അവനെ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. ദൈവം നൽകിയ അനുഗ്രഹം തിരികെ സമർപ്പിക്കുന്ന നന്ദിയുടെ പ്രവൃത്തിയാണ്. ശിഷ്യന്മാർ അവരുടെ ഫലം യേശുവിന് കൊണ്ടുവന്നു. നന്ദി ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വിശുദ്ധനായ അത്താനാസിയോസ് പറയാണ്, നന്ദി ആത്മാവിൻ്റെ സ്വന്തമാണ്. ഈ വചനം നന്ദിയുടെ ആത്മീയത കാണിക്കും. ദൈവത്തിന് നന്ദി പറയുന്ന സമർപ്പണത്തിലൂടെയാണ്. ഇത് ആത്മീയ ബന്ധം ശക്തമാക്കുകയാണ്. നന്ദി പറയണം. ദൈവം നൽകിയതിനെല്ലാം നന്ദി പറയണം. നന്ദിയുള്ളവർ ഹൃദയമായിരിക്കണം. നന്ദി ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് നന്ദി പറയണം. അവനെല്ലാം നൽകുന്നു. സമർപ്പണം നന്ദിയുടെ പ്രകടനമാണ്. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 57ാമത്തെ ചിന്ത ഇവിടെ ഇപ്രകാരമാണ്. ശമോൻ ഗീപ്പോ കയറി 153 വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല കരയിലേക്ക് വലിച്ചു കയറ്റി. ഈ ഭാരമെല്ലാം ഉണ്ടായിട്ടും ആ വല കയറിയില്ല. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കൽപ്പന കേട്ടയുടനെ പത്രോസ് മുൻകൈയെടുത്ത് വല കരയ്ക്കെത്തുകയാണ്. സഭയിൽ നേതൃത്വപരമായ ഉത്തരവാദിത്വമാണ് ഇത് കാണിക്കുന്നത്. പരാജയപ്പെട്ട ഇടങ്ങളിൽ ദൈവകൃപ ലഭിച്ച നന്മകളെ സംരക്ഷിക്കാൻ പത്രോസ് കാണിച്ച സന്നദ്ധത പ്രശംസനീയമാണ്. പത്രോസ് വല വലിക്കുന്ന സഭയുടെ ഐക്യത്തെ, ആത്മാക്കളെ സുരക്ഷിതമായി തിരുത്തെത്തിക്കേണ്ടത് ഇടയദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ അനുസരണം ശാരീരികമായിരുന്നു. ആത്മീയമായിട്ട് അവൻ അനുസരിക്കുന്നു. അവൻ കയറി വല വലിച്ചു. നേതൃത്വം എന്നാൽ കൽപ്പന കൊടുക്കുക മാത്രമല്ല. പത്രോസ് ശിഷ്യന്മാർ തലവനായിരുന്നു. നിങ്ങൾ വലിച്ചു കയറ്റാനല്ല പറഞ്ഞത്, അവനാണ് ആദ്യം വലിച്ചു വെച്ച് സ്വയം പ്രവർത്തിക്കുക കൂടിയാണ്. നേതൃത്വം എന്ന് പറയുന്ന കൽപ്പന കൊടുക്കുക മാത്രമല്ല, മറിച്ച് സ്വയം പ്രവർത്തിക്കുക കൂടിയാണ്. യഥാർത്ഥ നേതാവ് മറ്റുള്ളവരോടൊപ്പം കൈക്കൊണ്ട് പ്രവർത്തിക്കുന്നു. സ്വർണ്ണനാവാൻ ഈവാനിയോസ് നേതാവ് ആദ്യം പ്രവർത്തിക്കുന്നവരാണ്, പിന്നീട് കൽപ്പിക്കുന്നവരും. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നീ ഒരു കുടുംബനാഥനാണെങ്കിൽ, നീ ഒരു നേതാവാണെങ്കിൽ, നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ മടിക്കരുത്. കയറുക, വലിക്കുക, കൈകൊണ്ട് ചെയ്യുക. നിങ്ങളുടെ മാതൃക മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കും. യേശു കൊണ്ടുവരുമെന്ന് പറഞ്ഞു പത്രോസ് ചാടി കയറി വല വലിച്ചു. അവൻ വെറും കൽപ്പന കൊടുത്തില്ല, അവനത് ചെയ്തു കാണിച്ചു. നമ്മുടെ സഭയിലും നേതാക്കന്മാരും നമ്മുടെ സമൂഹത്തിലും കൂട്ടായ്മകളിലെല്ലാം നേതാക്കന്മാർക്ക് ഒരു മാതൃകയാണ് പത്രോസ് കാണിച്ചത്. പത്രോസ് വലിയ മാതൃക കാണിക്കുകയാണ്. പത്രോസാണ് ആദ്യം അധ്വാനിച്ചത്. അവൻ വലിച്ചു, കാരണം അവൻ നേതാവായിരുന്നു. നിങ്ങളും പ്രവർത്തിക്കുന്ന നേതാവായി മാറണം. നമ്മുടെ വിയർപ്പുകൾ ഒഴുകട്ടെ. മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പത്രോസിനെ പോലെ ആദ്യം മുൻപിട്ടിറങ്ങുക, വല വലിച്ചു കയറ്റുക. ദൈവം നമ്മളെ കൈപിടിച്ച് നിർത്തട്ടെ. 58ാമത്തെ ചിന്ത, വലിയ മീൻ നിറഞ്ഞ വല. വലിയ 153 വലിയ മത്സ്യങ്ങൾ നിറഞ്ഞ വല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ആ മീൻ വലിയവയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും ചെറുതല്ല, അത് വലുതാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിലധികം നൽകാൻ ദൈവത്തിന് കഴിയും. അവൻ്റെ കൃപ ഒരിക്കലും ചെറുതല്ല. നമ്മുടെ പാത്രങ്ങൾ ചെറുതായിരിക്കും, എങ്കിൽ പോലും അവൻ്റെ നിറവുകൾ വലുതാണ്. വിശുദ്ധനായ അത്താനാസിയോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അളവില്ല, അവ എപ്പോഴും വലുതാണ്. അവൻ നിങ്ങൾക്ക് അളവിൽ നിറച്ചു കൊടുക്കും. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കയ്യിൽ ചെറുതില്ല, അവൻ വലുത് മാത്രമാണ് നല്ലത്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതായി തോന്നിയേക്കാം, എങ്കിൽ പോലും ദൈവത്തിൻ്റെ കയ്യിൽ അവൻ വലുതാണ്. വലിയ മീൻ നിറഞ്ഞ വലയെ പ്രതീക്ഷിക്കുക, അവൻ വലുതായി നൽകുന്നു. നിങ്ങൾ ദൈവത്തോട് ചെറിയ കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ വലുതാക്കുക. അവൻ വലിയ മീൻ നിറച്ചു തരുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അതിരില്ല. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്ത് വലിയ മീൻ നിറഞ്ഞ വല കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വലുതായി പ്രവർത്തിക്കുന്നു. അതാണ് ഈ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 153 എന്ന സംഖ്യ, അതാണ് 59ാമത്തെ ചിന്ത. 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നതിന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്.
എന്തുകൊണ്ടാണ് ഈ 153 എന്ന ആ വാക്ക് അല്ല ആ സംഖ്യ കൃത്യമായിട്ട് പറയുന്നത്? ഈ സംഖ്യ പൂർണ്ണതയുടെ സംഖ്യയായിട്ടും സമൃദ്ധിയുടെ സംഖ്യയായിട്ടൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഞാനിതിൽ നിന്ന് കാണുന്ന ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറയുന്നത് ഓരോ എണ്ണവും കൃത്യമായിട്ട് അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യവും അവന് പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ തലമുടികളുടെ എണ്ണം എല്ലാം എണ്ണിയിരിക്കുന്നു. സങ്കീർത്തനം 147 നക്ഷത്രങ്ങളെ എണ്ണുന്നവൻ. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ അവൻ എല്ലാം വിശദമായി അറിഞ്ഞു. ദൈവത്തിന് കണക്ക് കൃത്യമാണ്, എണ്ണ അവൻ അറിയാനാണ്. ഒരു മീൻ പോലും നഷ്ടമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ കണ്ണുനീരുകൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ വേദനകൾ, ദുഃഖങ്ങൾ, അതെല്ലാം അവൻ എണ്ണിയിരിക്കുന്നു. അതവന് വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കൃപ അവ്യക്തമാണ്, അത് കൃത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ അവൻ കണക്കാക്കും. നിന്റെ കണ്ണുനീരുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അവൻ എണ്ണപ്പെടുന്നു. അതിനെല്ലാം അവൻ മാറ്റം വരുത്തുന്നു. അതിനെല്ലാം അവൻ ഒപ്പിയെടുക്കും. നമ്മുടെ ചെറിയ സംഖ്യ മാത്രമാണോ? അല്ല, ദൈവത്തിന് നമ്മുടെ പേരും എണ്ണവും കൃത്യമായിട്ട് അറിയാം. 153 മീനിൽ ഓരോന്നും അവന് പ്രധാനമായിരുന്നു. നമ്മളും അവന് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം അവന് വേണ്ടി സമർപ്പിക്കുക. അവൻ കാണുന്നു, അവൻ നമ്മെ കൈപിടിച്ച് നടത്തും. 60-ാമത്തെ ചിന്ത, the net did not break. വല പൊട്ടിയില്ല. ക്രിസ്തുവിന്റെ ഐക്യത്തിലുള്ള ശക്തി. പ്രിയമുള്ളവരെ, ഭാരം വഹിച്ചൊരു വലയായി നിന്റെ ജീവിതം ഭാരപ്പെട്ട ഒരു വലയായിരിക്കാം. ഭാരങ്ങൾ നിറഞ്ഞൊരു വലയ്ക്ക് തുല്യമായിരിക്കാം നിന്റെ ജീവിതം. നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ നിറഞ്ഞൊരു വലയ്ക്ക് തുല്യമായിരിക്കാം. പക്ഷേ കർത്താവ് അത് മുറിയുവാനായിട്ട്, അത് പൊട്ടിക്കുവാനായിട്ട്, അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവനത് മുറിച്ച് കളയില്ല, അത് പൊട്ടിച്ച് കളയില്ല. ഇത്രയധികം ഭാരമേറിയ മീനുണ്ടായിട്ടും വല തകരായിരുന്നത് ഒരു അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ വല കീറുന്നൊരു ഭാരങ്ങളുണ്ടായിട്ട് വല പൊട്ടിപ്പോകുന്ന കീറിപ്പോകുന്ന ഒരവസ്ഥയാണ് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതിനെ അവൻ കീറിക്കളയില്ല, അവനതിനെ പൊട്ടിച്ചു കളയില്ല. അവനതിനെ തീരത്തെത്തിക്കും. അവനതിനെ അവൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കും. നീ ഭാരപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. എത്രയധികം ഭാരമേറിയ മീനുകൾ ഉണ്ടായിട്ടും വല തകരായിരുന്നൊരു വലിയ അത്ഭുതമാണ്. സഭയിൽ എത്രയധികം ആളുകൾ കടന്നു വന്നാൽ അതിൻ്റെ ഐക്യത്തിന് പോറലേൽക്കില്ല. കാരണം കർത്താവിൻ്റെ വാക്ക് കേട്ട് വീശിയ മത്സ്യങ്ങളാണ് ആ വലയിലുണ്ടായത്. കർത്താവിനാൽ നയിക്കപ്പെടുന്ന സഭയൊന്നും നശിച്ചു പോവുകയില്ല, അത് പോറലേൽക്കുകയില്ല. വിശുദ്ധനായ കുപ്രിയാനോസ് പറയുന്നത് വല കീറാത്ത സഭയുടെ അഭിവാജ്യമായ ഐക്യത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ വസ്ത്രം പോലെ അത് തുന്നിച്ചേർക്കപ്പെട്ടതാണ്. ഇവിടെ പത്രോസ് ആ കടലിലെ അനിശ്ചിതാവസ്ഥയിൽ നിന്ന് കരയിലേക്ക് സുരക്ഷിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർ നടന്നെടുക്കുകയാണ്. അവ വല കരയ്ക്ക് വലിച്ചു കയറ്റുകയാണ്. തീരത്തെ സുരക്ഷിതത്വം, ദ സേഫ്റ്റി ഓഫ് ദി ഷോർ. കടലിന്റെ അനിശ്ചിതാവസ്ഥയിലേക്ക്, കടലിന്റെ സുരക്ഷിതത്തിലേക്ക് നന്മകളെ എത്തിക്കുന്നതാണ് ഓരോരുത്തരും നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ലോകമാകുന്ന കടലിൽ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും കാറ്റിലും കോളിലും അകപ്പെട്ട് ഇരിക്കുന്ന ആത്മാക്കളെ സഭയാകുന്ന തീരത്തേക്ക്, സുരക്ഷിത തീരത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം. പത്രോസ് അത് ഏറ്റെടുത്തു, നമ്മളും ഏറ്റെടുക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. 63-ാമത്തെ ചിന്ത, യേശു അവരോട് വരുവിൻ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിക്കാൻ ശിഷ്യന്മാർ ആരും തുനിഞ്ഞില്ല. എന്തെന്നാൽ അത് നമ്മുടെ കർത്താവാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. യേശു അടുത്തു ചെന്ന അപ്പവും മത്സ്യങ്ങളും അവർക്ക് എടുത്തു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് യേശുവിൻ്റെ സാന്നിധ്യമുള്ള തീന്മേശകളാണ് ഇന്ന് നമ്മുടെ തീന്മേശകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു, അപ്പുറത്ത് ദരിദ്രൻ ദാരിദ്ര്യത്തിൽ കിടക്കുന്നു. നമ്മുടെ തീന്മേശകളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഭക്ഷണത്തോടൊപ്പം വർജ്യമായത്, തെറ്റായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അമിത ഭക്ഷണം കഴിക്കുന്നു, ധാരാളിത്തത്തോടെ കഴിക്കുന്നു, ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു, ഭക്ഷണത്തോടൊപ്പം മദ്യം കഴിക്കുന്നു. യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ നമ്മുടെ തീന്മേശകൾ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? 63-ാമത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തീന്മേശകളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ തീന്മേശകളിൽ യേശുവിൻ്റെ സാന്നിധ്യം വേണം.
യേശു കൂടെ ഉണ്ടായിരിക്കണം. ദരിദ്രനോട് ചേർന്ന് നിൽക്കണം. അനാവശ്യമായി ഭക്ഷണം കഴിക്കരുത്, മദ്യം കഴിക്കരുത്, മ്ലേച്ഛതകൾക്ക് അനുരൂപപ്പെടരുത്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കണം. നമ്മുടെ തീന്മേശകളിൽ യേശു ഉണ്ടായിരിക്കണം. 64 ചിന്ത, യേശു വരുവിൻ ഭക്ഷണം കഴിപ്പിൻ ഓർമ്മിക്കുകയാണ്. ദൈവത്തിൻ്റെ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് ഓഫ് ഗോഡ്, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. യേശു ശിഷ്യന്മാരുടെ സൗഹൃദമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇത് ദൈവം മനുഷ്യരോട് ദൂരം കാണിക്കുന്നില്ല എന്ന് കാണിക്കുകയാണ്. കർത്താവ് തൻ്റെ ജനത്തോടൊപ്പം സുഹൃത്തെന്ന പോലെ നടക്കുകയാണ്. വിശുദ്ധനായ മിസൈല ഗ്രിഗോറിയോസ് പറയുകയാണ്, ഈ വചനം ദൈവത്തിൻ്റെ സൗഹൃദ സ്വഭാവം കാണിക്കുന്നു. യേശു ശിഷ്യന്മാരെ സേവകരായല്ല, സുഹൃത്തുക്കളായാണ് കാണുന്നത്. ഇത് സ്നേഹത്തിൻ്റെ ആഴമാണ്. ഓരോ പുരോഹിതനും, ഓരോ അൽമായക്കാരനും, ഓരോ ക്രിസ്ത്യാനിയും പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. തൻ്റെ കൂട്ടുവേലക്കാരെ, കൂടെയുള്ളവരെ സൗഹൃദമായി, സ്നേഹത്തോടെ, കരുതലോടെ അണച്ചുപിടിക്കുക എന്നുള്ളത്. അതാണ് ഈ 64 ചിന്ത നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ സുഹൃത്താണ്. അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഭയം വേണ്ട, സ്നേഹത്തിൽ ജീവിക്കണം. യേശുവിൻ്റെ ക്ഷണം സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ ക്ഷണവും നമ്മുടെ ഭാഷയും സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കണം. അത് ദൈവവും മനുഷ്യരും നമ്മുടെ ബന്ധത്തെ ശക്തമാക്കും. ക്രിസ്തുവിൻ്റെ വേല ചെയ്യാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്നേഹത്തിൻ്റെ ഭാഷയെ നമുക്ക് പിന്തുടരാം. 65 ചിന്ത, വരുവിൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അവരെ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടതാണ്. അവരുടെ ഇടയിലേക്ക് സുവിശേഷം പറയുന്നതിന് ഉപരിയായിട്ട് കർത്താവിടെ തിരുവചനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അവരുടെ ഭൗതികമായ വിശപ്പ് അടക്കുകയാണ്. വിശന്നിരിക്കുന്നതിന് മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനുപരിയായിട്ട് ആദ്യം അവൻ്റെ വിശപ്പ് മാറ്റിയതിന് ശേഷം സുവിശേഷം പങ്കുവെക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരെ ക്രിസ്തുവിലേക്ക് അടുത്ത് വരുള്ളൂ. അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മം എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായിട്ടും ഭൗതിക സമൃദ്ധി നൽകിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ വിശന്നിരിക്കുന്നവനെ കരുതിയതിന് ശേഷം മാത്രമായിരിക്കണം. ഇന്ന് പള്ളികളിൽ പ്രസംഗം നടക്കുന്നുണ്ട്, സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വിശന്നിരിക്കുന്നവന് ഈ ആത്മീയ ഭക്ഷണത്തോടൊപ്പം ഭൗതിക ഭക്ഷണങ്ങൾ നൽകുവാൻ ഓരോ ഇടവകളോ ഓരോ കുടുംബങ്ങളോ ഓരോ ക്രിസ്ത്യാനികളും തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അങ്ങനെയായിരുന്നില്ല. ക്രിസ്തു ആദ്യം ഭൗതിക ഭക്ഷണം കൊടുത്തതിന് ശേഷം അവരോട് ആത്മീയ ഭക്ഷണം കൊടുക്കുന്നു. ആത്മീയ ഭക്ഷണത്തോടൊപ്പം തന്നെ അവൻ ഭൗതിക ഭക്ഷണവും നൽകുന്നു. അതായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും ധർമ്മം എന്ന് പറയുന്നത്. അതായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. 66 ചിന്ത, അത് കർത്താവാണെന്ന് അറിഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർ ഒരുത്തനും ആരെന്ന് ചോദിപ്പാൻ തുനിഞ്ഞില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. അവനെ സംശയിക്കരുത്. ഒരിക്കൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാനായിട്ട് ഇടവരരുത്. ശിഷ്യന്മാർക്ക് അത് കർത്താവാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. ദൈവസാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്ന മൗനം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ചെയ്ത അനേക അത്ഭുതങ്ങൾ നാം തിരിച്ചറിഞ്ഞിട്ടും അവൻ്റെ ദൈവത്വത്തെ തിരിച്ചറിയാതിരിക്കുക, അതിന് ചോദ്യം ചെയ്യപ്പെടുക, അത് ഏറ്റവും വലിയ ദോഷകരമായ ഒരു കാര്യമാണ്. സ്വർണ്ണനാവുകാരൻ യോഹന്നാനോസ് പറയുകയാണ്, യഥാർത്ഥ വിശ്വാസം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, പകരം ആരാധിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുന്നിടത്ത് നാവ് മൗനമാവുകയും ഹൃദയം സംസാരിക്കുകയും ചെയ്യും. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരുടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ അതിനുവേണ്ടിയാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. 67 ചിന്ത, അത് യേശു അടുത്ത് ചെന്ന് അപ്പവും മത്സ്യങ്ങളും അവർക്ക് കൊടുത്തു. യേശുവിന് വേണ്ടി അവരോട് കഴിച്ചോളം പറയാറ്. പക്ഷേ ക്രിസ്തുവോടെ പങ്കുവെക്കുകയാണ്, നേരിട്ട് പങ്കുവെക്കുകയാണ്. വിശുദ്ധൻ അപ്രയം പറയുകയാണ്, ദൈവസ്നേഹം പങ്കുവെക്കുന്നു, സ്നേഹത്തോടെ പങ്കുവെക്കുന്നു. ദൈവസ്നേഹം പങ്കുവെക്കുന്ന സ്നേഹമാണ്. അവൻ എല്ലാവർക്കും നൽകുന്നു, വ്യക്തിപരമായി നൽകുന്നു, കൂട്ടായ്മ ബന്ധത്തിൽ നൽകുന്നു. അത് സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുകയാണ്. സ്നേഹം പങ്കിടുന്നു, അത് കരുണയാണ്. യേശു നൽകുന്നത് ഭക്ഷണം മാത്രമല്ല, സമാധാനവും കൂടിയാണ്. അവനവരുടെ ഭയം മാറ്റുകയാണ്. നേരിട്ട് കൊടുക്കുന്നതിലൂടെ, എടുത്തു കൊടുക്കുന്നതിലൂടെ ദൈവസാന്നിധ്യം, അവരുടെ ഭയങ്ങൾ മാറ്റപ്പെടുകയാണ്. ദൈവസാന്നിധ്യം സമാധാനം നൽകുകയാണ്. ദൈവത്തിൻ്റെ സ്പർശനത സമാധാനം നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ സമാധാനമില്ലാത്ത അവസ്ഥയിൽ, വിശന്നിരിക്കുന്ന അവസ്ഥയിൽ, പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നിന്റെ ചാർത്തുണ്ട്. നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ കൈപിടിച്ച് നടത്തും. യേശുവിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് സമാധാനം നൽകിയതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് സമാധാനം നൽകും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം.
അവിടെ യേശു ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനെ പോലെ പ്രവർത്തിക്കുകയാണ്. കൈസരയിലെ ബസേലിയോസ് പറയുന്നത് വലിയവൻ ശുശ്രൂഷിക്കുന്നതാണ്. യേശു അതിന് മാതൃകയാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാൻ വന്നു. വിശുദ്ധയുടെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനായി ലൂക്കോസ് 22-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷിക്കാൻ പഠിക്കുക. യേശുവിനെ നോക്കുക. അവൻ രാജാവായിരിക്കുക, ഭക്ഷണം വിളമ്പുകയാണ്. നമ്മളും അങ്ങനെയായിരിക്കണം. യേശുവിനെ പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. 68-ാമത്തെ ചിന്ത 3-ാം പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാവുകയാണ്. ഈ 3-ാം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയുന്നത് ഒരു വെറും കണക്കല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിന്റെ സത്യസന്ധത ഉറപ്പിക്കാനാണ് സാക്ഷ്യമാണ്. 1-2 തവണയിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നതിലൂടെ താൻ ജീവിക്കുന്നതെന്ന് യേശു തെളിയിക്കുകയാണ്. നമ്മുടെ വിശ്വാസം വെറും ഊഹാഭാവങ്ങളിലല്ല, മറിച്ച് വ്യക്തമായ തെളിവുകളിലും അനുഭവങ്ങൾ അധിഷ്ഠിതമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുന്നത്, കർത്താവിൻ്റെ ഈ 3 പ്രതിഷ്ഠതകൾ വിശ്വാസത്തെ ഉറപ്പാക്കുന്നുവെന്ന്. യേശുവിൻ്റെ ഈ 3-ാം പ്രതിഷ്ഠത ശിഷ്യന്മാർക്ക് ആത്മീയ ശക്തി നൽകി. അവർ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മാറി. ഈ 3-ാം തവണയും യേശു പ്രത്യക്ഷപ്പെടുന്നത് സംശയിച്ചിട്ടും അവരെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം മനുഷ്യൻ സഹനത്തോടെ നയിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ കരുണയുടെ തെളിവാണ്. ദൈവം ക്ഷമയുള്ളവനാണ്. അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവൻ നമ്മെ ഉയർത്തുന്നു. നാം ക്ഷമ പഠിക്കണം. ദൈവം കരുണയുള്ളവനാണ്. 69-ാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, പത്രോസ് ഈ വല നിറഞ്ഞിട്ടും ആ വലയെ വിട്ടിട്ട് കർത്താവിലേക്ക് ഓടിയെത്തുകയാണ്. സമൃദ്ധിയേക്കാൾ വിലപ്പെട്ടത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ ആ കിട്ടിയതൊക്കെ വിട്ടിട്ട്, അധ്വാനങ്ങളൊക്കെ വിട്ടിട്ട് കർത്താവിലേക്ക് ഓടി വരികയാണ്. നമ്മുടെ സമൃദ്ധിയേക്കാൾ വിലപ്പെട്ടത് കർത്താവിൻ്റെ സാന്നിധ്യമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവസന്നിധിയിലെ കർത്താവാണ് നമുക്കിടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞ് ഈ ലോകത്തിൻ്റെ സമൃദ്ധിയുള്ളൂ. 70-ാമത്തെ ചിന്ത, ആ വല കീറിയില്ല എന്ന് പറയും. നമുക്കറിയാം, ഓരോ വലകളും വളരെ ചെറിയ നൂലുകൊണ്ട് ക്രമീകരിച്ചിരിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് അത് കീറാത്തത്? വല ഒരു സഭയുടെ പ്രതീകമാണ്, ഒരു ദേവാലയത്തിൻ്റെ പ്രതീകമാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീകമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഐക്യത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ ഐക്യവും കൂടി ഒത്തുചേരുമ്പോൾ അതൊരിക്കലും കീറുകയില്ല, അത് ഒരിക്കലും തകരുകയില്ല. അത് ഉറച്ചു നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ ഏത് ഭാരങ്ങൾ വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും അത് കീറുകയില്ല, അതൊരുമിച്ച് ചേർന്ന് നിൽക്കും. ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെ ആയിരിക്കാം. 71-ാമത്തെ ചിന്ത, ശിഷ്യന്മാർ അവിടെ കടന്നു ചെല്ലുമ്പോൾ, കരയ്ക്ക് അടുക്കുമ്പോൾ അവിടെ കനലിൽ മീൻ ചുട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മീൻ എവിടുന്ന് കിട്ടിയെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്രോതസ്സുകൾ നമുക്ക് അഗോചരമാണ്. ദൈവം ഇല്ലായ്മയിൽ നിന്ന് അവർ ആ സമയം വരെയും ആ കടലിലുണ്ടായിരുന്നു, കടൽ തീരവുമായിട്ട് അടുത്തായിരുന്നു അവർ. പക്ഷെ അവരൊന്നും അന്നേരം യേശുവിനെ കണ്ടില്ല. പ്രഭാതമായപ്പോഴാണ് യേശുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്രോതസ്സുകൾ നമുക്ക് അഗോചരമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ്. ദൈവം ഉപയോഗിക്കുന്ന സ്രോതസ്സുകളും മാർഗങ്ങളും മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വഴി നമുക്ക് വ്യക്തമല്ല. സഹായം എവിടെ നിന്ന് വന്നു, പരിഹാരം എങ്ങനെ സംഭവിച്ചു എന്നതെല്ലാം ദൈവം മറച്ചു വയ്ക്കാം. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെടേണ്ടതല്ല, വിശ്വസിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഗോചരമായതിനാൽ വിശ്വാസം അത്യാവശ്യമാണ്. നാം കാണുന്നത് വഴിയല്ല, ദൈവത്തിൻ്റെ കരുതലാണ്. അവൻ ആവശ്യങ്ങൾ നിറവേറ്റാൻ അനന്തമായ മാർഗങ്ങൾ ഉപയോഗിക്കും. മനുഷ്യൻ്റെ കണ്ണുകൾ കാണാനാകാത്ത സ്ഥലങ്ങൾ പോലും ദൈവം പ്രവർത്തിക്കുന്നു. അതിനാൽ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ അത്ഭുതം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യമായ പരിപാലനത്തിൽ വിശ്വസിക്കണമെന്ന് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക. ആയതിനാൽ ഈ 71 ചിന്തകളും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനുള്ള പടവുകളാക്കി മാറ്റാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.